അഭിമുഖ സംഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എല്ലാവരും വന്ന് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വി മൊയ്തു ആണ് നമ്മുടെ ഗസ്റ്റ്. നമ്മുടെ KP റഷീദും വി മൊയ്തു ആയിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഭാഷണ പരമ്പരയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിലെ ഗസ്റ്റ് ആയിട്ടുള്ള വി മൊയ്തുവിനെയും നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള റഷീദ് കെയെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വി മൊയ്തുവിന് സ്വാഗതം. മൊയ്തു, നിങ്ങൾ ശരിക്കും ഒരു ബാണേക്കാരനാണോ കുറ്റ്യാടിക്കാരനാണോ? യെസ്, റഷീദ് എന്താ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. റഷീദ്, ഞാൻ താവോട്ട് മുക്കുന്ന ഭൂമിയാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞാൻ ആ കുളപ്പറമ്പിന്റെ കയറ്റം കയറുമ്പോ ഇടതുഭാഗത്ത് നിറയെ ചെടികൾ, വലിയ ചെടികൾ, പൂച്ചവാല്, കോയിവാല്, ഇങ്ങനെയുള്ള നിറയെ തിങ്ങി വളർന്ന വലിയ ചെടികൾക്കിടയിൽ പൂപ്പൽ പിടിച്ച ചെങ്കല്ലിന്റെ 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഒരു വലിയൊരു കോണി എന്നൊന്നും പറയാൻ പറ്റൂല. അതിനപ്പുറം നല്ലൊരു ഓട് വെച്ച പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു വീടുണ്ട്. അതാണ് റഷീദിന്റെ വീട്. അവിടുന്ന് നമ്മൾ 2 സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് വരുന്നത്. അപ്പൊ ഇടത്തോട്ട് ബാലവാടി റോഡിലേക്ക് തെറ്റിപ്പോന്ന അവിടെ എപ്പോഴും ഈ വൃത്തിക്കായിന്റെ ചപ്പും ഈ കോട്ടലും ഒക്കെ വീണിട്ട് വലിയൊരു ചെടി ഉണ്ടായിരിക്കും. ആ ചെടി വലിയൊരു ചളിക്കുണ്ടാണത്. ആ ചളിയൊക്കെ റഷീദ് ഇപ്പൊ മനസ്സിൽ കാണുന്നില്ലേ? ആ ചളി കാണണം. അന്തർവാജിന്റെ അടുത്ത കൊള്ളിന്റെ അരുവിലോട്ട് ഏതോ നല്ല സുമനസ്സുകൾ നിരത്തി വെച്ച 3-4 ചെങ്കല്ലിന്റെ കഷ്ണങ്ങളുണ്ട്. നമുക്ക് ചാടി പോകാന്, ഏത് ഒന്നും വന്ന് മറ്റൊന്നുമിലേക്ക് തുള്ളി ചളിയിൽ തൊടാതെ പോവാന്. ആ കല്ല് കാണുന്നുണ്ടെങ്കിൽ ആ കൊള്ളിന്റെ മുകളില് അടുത്ത കുഞ്ഞോതാന ഒരു ചെറിയ ലുങ്കിയൊക്കെ എടുത്തിട്ട് കുഞ്ഞോതാനെ റഷീദ് കാണണം. കാണുന്നില്ലേ? എന്നാലേ നമ്മുടെ സംസാരത്തിന് ഒരു ജീവനുള്ളൂ. എങ്ങനെയാ നമുക്ക് ആ വലിയ ചേരിയലുള്ള പീഡിക്കോലായില്ലേ, അവിടെ സൂപ്പിക്ക് ഒരുപാട് ആള് കച്ചവടം ചെയ്തിട്ടുണ്ട്, അരിക്കച്ചവടങ്ങളൊക്കെ. ആടെ കോലായിലടാ നീട്ടുകളിൽ ഒരു തയമ്പ് പിടിച്ച ബെഞ്ചിട്ടിക്ക് നമുക്ക് രണ്ടാക്കോ ബെഞ്ചും ഒക്കെ കയറിയിരിക്കാം. ഓക്കെ, ഇപ്പൊ റഷീദ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരായില്ലേ? മൊയ്തു വാണിമേൽക്കാരനോ കുറ്റ്യാടിക്കാരനോ എന്ന്? എന്നാലും ശരിക്കും ഒരു കുറ്റ്യാടിക്കാരനാണോ വാണിക്കാരനാണോ? ശരിക്കും ഞാൻ ഈരായിന്റെ ഇവിടെ എന്ന് പേര് വരുന്നത് ഉമ്മാന്റെ തറവാടാണ്. ഞാൻ ഭൂമി പാതുക്കല് കുങ്കനെറുമ്മൽ ബെരാൻ അബ്ദുള്ളാന്റെ ഈരായിന്റെ ഇവിടെ കുഞ്ഞേഷാന്റെ മകനാണ്. എനിക്ക് 1 വയസ്സുള്ളപ്പോ ഉമ്മയും ഡൈവേഴ്സ് ആയതാണ്. അതാണ് ഞാൻ ഈരായിന്റെ ഇട പിന്നീട് ഉമ്മാമാന്റെ കൂടെയാണ് വളർന്നത്. അതായത് ഉപ്പാന്റെ വകയില് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള പൊയിൽ കുഞ്ഞമ്മദ്ക്ക, ആസാദ്, ഇസ്മായില്, ഇവരൊക്കെ ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്. ഉമ്മാന്റെ കുടുംബത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇംഗ്ലീഷ് പേപ്പറിൽ വർക്ക് ചെയ്യുന്ന അഞ്ചാദ്, കരൂർ KV നൗഷാദ്, ഇതൊക്കെ ഞങ്ങൾ അടുത്ത കുടുംബക്കാരാണ്. അപ്പോ തികച്ചും മനസ്സങ്ങ് വാണിമേൽ തന്നെയാണ്. പിന്നെ എങ്ങനെ കുറ്റ്യാടിയിലെത്തിയേ? കുറ്റ്യാടിയിലേക്ക് പിന്നെ ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കുറ്റ്യാടിയിലേക്ക് താമസം മാറുന്നത്. 20ന്റെ മേലെ വയസ്സുള്ളപ്പോ. അതുവരെ ഞാൻ പഠിച്ചത് ഭൂമി വാതുക്കൽ MLP സ്കൂള്, വാണിമേൽ MUP സ്കൂള്, ക്രസന്റ് ഹൈസ്കൂള് എന്നിവിടങ്ങളൊക്കെയാണ് പഠിച്ചത്. അതാണല്ലോ റഷീദായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് ഇത്ര ചെറുപ്പത്തിലെ നമ്മളെ കെട്ടിമറിഞ്ഞ ആ ബന്ധം. ഈ കുറ്റ്യാടി വേറെ കണക്ഷൻ ഒന്നുമില്ല? കുറ്റ്യാടി ഇല്ല, ഉമ്മാന്റെയും ഉപ്പാന്റെയും നാട് കുറ്റ്യാടിയാണ്. ഉമ്മാന്റെയും ഉപ്പാന്റെയും നാട് വാണിമേലാണ്. എന്നെ വളർത്തിയത് ഉമ്മാമ്മയാണ്. വാണിമേലുള്ള ഈരായിന്റെ അവിടെ പാത്തു എന്ന ഉമ്മാമാന്റെ കൂടെയാണ് ഞാൻ വളർന്നത്. ഉമ്മാമാനെ പറ്റി ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. ഉമ്മാമ എവിടെയെങ്കിലും പോയി വരുമ്പോ കോത്തലക്കൽ എനിക്ക് എന്തെങ്കിലും മധുരമൊക്കെ കരുതിയിരിക്കും. അപ്പൊ പണ്ടത്തെ ആ തറവാട് വീടുകളിലൊക്കെ വലിയൊരു ആഡംബരമായിട്ടുള്ള സിമെന്റ് കോണികൾ ഉണ്ടാവുമല്ലോ. ഞാൻ ആ കോണിയിൽ പോയിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഉമ്മാമന. അപ്പൊ ഉമ്മാമന്റെ കോന്തൽ അയച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരമൊക്കെ എനിക്ക് തരും. അങ്ങനെ ഈ അവസാനമായിട്ട് ഈ അടുത്താണ് ഉമ്മാമ മരിച്ചത്. ഈ ഉമ്മാമ മരിക്കുന്നതിനും ഏതാനും മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോ അടുത്തുള്ള ആള് എന്നെ പിടിച്ചിട്ട് ചോദിച്ചു, ഇവനാരാന്ന്? ഉമ്മാമ ഒന്ന് കണ്ണു തുറന്നപ്പോ. അപ്പൊ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്നത് ഞാൻ ഉമ്മാമാനെയാണ്.
ഉമ്മാമ്മ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓനെ ഞാൻ പോറ്റിയതാണ്. അതെ, ഈ ക്യാമറക്ക് മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് ഉമ്മാമന്റെ അവസാനത്തെ വാക്കുകൾ തന്നെയാണ്, എന്നെ ഉമ്മാമ്മ വളർത്തിയതാണ്. ഓക്കെ. LP സ്കൂളിൽ പഠിക്കുമ്പോൾ അക്ഷരം അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിയായിരുന്നു മൊയ്തു. പിന്നെ മൊയ്തു ഒരു എഴുത്തുകാരനായിട്ട് മാറി. ഈ അക്ഷരം അറിയാത്ത കുട്ടിയിൽ നിന്ന് എഴുത്തുകാരനിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയോ? പറയാ. അതായത് ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിക്കാൻ ഉപ്പ ഉമ്മ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ ഈ പായ് കണ്ണിയൊക്കെ മുറിച്ച് ആ ചെമ്മിണി വളക്കുമ്പോൾ കത്തിച്ചൊക്കെ കളിച്ചാണ് വളർന്നത്. അപ്പോ ഈ ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോ നമ്മുടെ SP വഹാബ്, അബ്ദുൽ വഹാബ്, റഷീദിന്റെ അയൽവാസി അബ്ദുൽ വഹാബ് ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അബ്ദുൽ വഹാബ് ഈ മലർവാടി കൊണ്ടുവന്നിട്ട് കെട്ടുകളാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് LP സ്കൂളിലെ കുട്ടികൾക്ക് വെക്കും. അത് ഇന്നത്തെ പോലെ റീൽസ് കാണലല്ല, അന്ന് അക്ഷരങ്ങൾ കൂട്ടി വായിച്ചു പഠിക്കായിരുന്നു ചെറുപ്പത്തിൽ. നമ്മൾ ഭാവനയിലൂടെ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കാണുകയാണ്, അല്ലാതെ റീൽസ് കാണലല്ല അന്ന്. അങ്ങനെ ഇവ കടം തരും, കടായിട്ട് തരും വഹാബ് ഈ ബാലവാടിയൊക്കെ. അപ്പൊ സോറി, എന്തായിരുന്നു എന്റെ പേര്, മലർവാടി. ഈ മലർവാടിയൊക്കെ വഹാബ് കടായിട്ട് തരും. വഹാബിന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി ഇങ്ങനെ വായിച്ചാണ് അക്ഷരങ്ങൾ പഠിച്ചത്. പിന്നെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് മാഷ് നിർപ്പിച്ച് എന്നെ കൊണ്ട് വായിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒച്ചത്തിൽ ഞാൻ അന്നേ സംസാരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഓക്കെ. പിന്നീട് അന്നത്തെ മൊയ്തു ഒരു ഭയങ്കര കുരുത്തക്കെട്ട മൊയ്തു ആയിരുന്നില്ലേ? ആ ഒരു കാലം എന്ന് പറയില്ലേ? എന്റെ കുരുത്തക്കേടിന്റെ വേറൊരു ഭാഗം ഇപ്പൊ തുർക്കിയിൽ ഇരുന്ന് ഇതിന്റെ സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായിണ്ട്. മോനെ സജീറേ, ഒന്ന് കാണട്ടടാ. ഞങ്ങളൊക്കെ അയൽവാസികളായിരുന്നു. സുജീർ, ഹലോ. ഇപ്പൊ എവിടെയാണുള്ളത്? തുർക്കിയിലാ? തുർക്കിയില്. സന്തോഷം. ഇനിയോ നമുക്ക് റഷീദ് ചോദിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. റഷീദ്, വാണിമേൽ UP വെച്ചാണ് ഞാൻ ശരിക്കും ഈ ചിത്രകലയോടൊക്കെ അടുത്ത് വരുന്നത്. അവിടെ ഡ്രോയിങ് ടീച്ചർ ചാത്തു മാഷ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് ഈ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ഞാൻ ഈ ക്ലേ മോഡലിങ്, പെൻസിൽ ഡ്രോയിങ്, ഈ പെയിന്റിങ് ഇതുപോലുള്ളതിലൊക്കെ തിളങ്ങി നിൽക്കുമായിരുന്നു റഷീദെ. പിന്നീടാണ് ഹൈസ്കൂളിലേക്ക് വന്നത്. എങ്ങനെ? അന്ന് മത്സരങ്ങളിലെല്ലാം ഉണ്ടായിരുന്നില്ലേ? മത്സരങ്ങളിലൊക്കെ കാര്യമായിട്ട് എന്റെ പരിപാടി തന്നെ ഈ ക്ലേ മോഡലിങ്, പെൻസിൽ ഡ്രോയിങ്, മറ്റേ മോണോ ആക്ട്, മിമിക്രി, നാടകം. എന്റെ കൂടെ അന്ന് നാടകം കളിച്ചവരാണ് നമ്മളെ ജാഫർ വാണിമേല്, മറ്റേ ഒരുപാട് പേരുണ്ട്. അഡ്വക്കേറ്റ് മറ്റേ ഇവൻ ബാബുരാജ്, അതുപോലെയുള്ള കുറെ പേരുണ്ട്. ഞാൻ ഓരോരുത്തർ പേരിപ്പം എന്നോട് വിട്ടുപോകുന്നത്. സാദിക്ക് കാണാൻ പറ്റില്ലേ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ അന്ന് മത്സരിച്ച് നാടകമൊക്കെ കളിക്കുന്ന ടീമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ക്രസന്റ് ഹൈസ്കൂളിൽ എത്തിപ്പെടുന്നത്. ഈ ക്രസന്റിൽ എത്തിയ സമയത്തെ നമ്മളെ രാഘവ മാഷെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടല്ലോ. അത് പറയാം. രാഘവ മാഷന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നേ. അപ്പോ രാഘവ മാഷ് രാവിലെ ഇംഗ്ലീഷ് എടുക്കും, പിന്നെ ഉള്ള സമയത്ത് ഫിസിക്സും എടുക്കും. രണ്ടും രാഘവ മാഷാണ് എടുക്കുന്നത്. അപ്പൊ രാഘവ മാഷ് വളരെ ഗൗരവത്തിൽ ഈ കാന്തത്തിന്റെ ധ്രുവങ്ങൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഈ കിൽപ്പിത്തിരിപ്പടി വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലെ കാന്തമൊക്കെ തച്ചി പൊട്ടിച്ച് അതിനെ കൊണ്ട് ഗവേഷണം നടത്തുന്ന ഒരു സയന്റിസ്റ്റ് ആണെന്നുള്ളത് രാഘവ മാഷക്ക് അറിയില്ലല്ലോ. അങ്ങനെ രാഘവ മാഷ് ആദ്യം കൊണ്ടുവന്നത് ഈ ക്ലാസ്സിൽ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞപ്പോ ഫിസിക്സിന്റെ ആൻസർ പേപ്പറാണ്. അങ്ങനെ ഫിസിക്സിൽ എനിക്ക് 48 അല്ലെങ്കിൽ 9 മാർക്ക്, എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം. അപ്പൊ രാഘവ മാഷ്ക്ക് തോന്നി ഇവനാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടിന്ന്. അസൂയപ്പെടേണ്ട, ആകെ 2 ദിവസമേ അത് നിലനിന്നിട്ടുള്ളൂ. 3ാമത്തെ ദിവസം ഇംഗ്ലീഷിന്റെ പേപ്പറുമായിട്ട് എത്തി. ഇംഗ്ലീഷിന്റെ പേപ്പറുമായിട്ട് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു 6 or 7 മാർക്കേ ഉള്ളൂ ആകെ. ഏറ്റവും താഴെ ലെവലിലുള്ള 3-4 പേരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഈ അത്ഭുതം, ഞാൻ എന്താ ഇങ്ങനെ രാഘവ മാഷന്റെ എന്നെ നോക്കി. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫിസിക്സ് അല്ല ഇംഗ്ലീഷ് ആയിരുന്നു പഠിക്കേണ്ടത്. കാരണം ഒരു സെക്കൻഡ് ഞാനൊന്ന് ഗൾഫിൽ പോയി വരാം. റഷീദ് ഓർഡർ ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗൾഫിലെത്തിയപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഈ ഫിലിപ്പീനി പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ നല്ല പറ്റാരൊക്കെ. അന്ന് ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ദുഃഖിതനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ
ആ മൊയ്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടിപ്പം ഒന്നുകിൽ നമ്മളെ നാട്ടിൽ അന്നുള്ള എല്ലാവരും ഗൾഫ് പോവും, ഇല്ലെങ്കിൽ ആ വേറെ പ്രീ ഡിഗ്രിക്ക് പോവും. പക്ഷെ മൊയ്ത് ആ വന്ന് ചിത്രം വരെ പഠിക്കാനാ പോയെ. ചിത്രം വരെ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അതായത് ആ ഏതെങ്കിലും സ്കൂളിൽ പൈസ കൊടുത്തിട്ട് കയറാന്നല്ലാണ്ട് മൊയ്ത് ആ ശരിക്കും ചിത്രം വരക്ക് പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് എന്റെ സ്വന്തമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഈ പ്രീ ഡിഗ്രിക്ക് പോകുന്നതിലൊക്കെ ഇഷ്ടം ചിത്രം വരെയാണ്. അവിടെ കേരള സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു 10-200 പേരുണ്ടായിരുന്നു അന്ന് ആ മത്സര പരീക്ഷയ്ക്ക്. അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള 35 സീറ്റേ ഉം, ഉള്ളൂ. ആ ഉം. 35-ല് ഒരു സീറ്റ് എനിക്ക് കിട്ടുന്നത് ഞാൻ ഭൂമിയാതുക്കല് ഒരു ഗൾഫ് ഹോട്ടൽ ഓർമ്മയുണ്ടോ റഷീദിന്? ആ നമ്മുടെ ഇടത്തോട്ട് നേഴ്സിംഗ് ഹോമിന്റെ അവിടെ ഒരു ആ ഫേമസ് ഹോട്ടലായിരുന്നു അത്. ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. ആ ഗൾഫ് ഹോട്ടലിന്റെ ബോർഡ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പോസ്റ്റ്മാന് ഈ അപ്പോയിന്റ്മെന്റ് കാർഡ് കൊണ്ടുത്തരുന്നത്. അപ്പൊ ഉം. ഞാൻ സന്തോഷത്തോടെ ഈ ആർട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് പഠിക്കാനുള്ള ചെലവിനുള്ള സംഭവങ്ങളൊക്കെ അവര് തന്നെ ഉണ്ടാക്കും. ഒരു 90% സ്വയം ജോലി ചെയ്തിട്ടാണ്, ഈ മേഖലയിൽ സ്വയം ജോലി ചെയ്തിട്ടാണ് അവർ പഠിക്കാനുള്ള പൈസ, വട്ടച്ചെലവിനുള്ള പൈസ. അന്ന് ഞാൻ ഭൂമി ഇറക്കുന്ന ഒരു ബോർഡൊക്കെ എഴുതി കഴിഞ്ഞാൽ കല്ലാച്ചിമൽ സഹാറയിൽ പോയിട്ട് ഒരു ബിരിയാണി ഒക്കെ വെച്ച് ഒരു സിനിമയൊക്കെ കണ്ട് ആഡംബരമായിട്ട് ഞാൻ അന്ന് ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഞാൻ സ്വന്തം അധ്വാനിച്ച് ഒരു 10, 16, 17 വയസ്സുള്ളൊക്കെ വാങ്ങാറുണ്ട്. ഈ ബോർഡ് എഴുത്ത് എന്ന് പറയുന്നത് കുറെ കൂടി വലിയൊരു സ്പേസിലല്ലേ? നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ആ ചിത്രം വരക്കുന്ന പോലല്ലല്ലോ. അതിന്റെ ഒരു അല്ല അല്ല ടെക്നിക്കുള്ള കാര്യങ്ങളെല്ലാം ഏത് രീതിയിലാ പഠിച്ചേ? അത് സ്വയം ഒരുപാട് എന്തോ പഠിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതായത് ഈരായിന്റെ അടുത്ത് മോളില് എനിക്ക് ഒരു സ്റ്റുഡിയോ എന്ന് തന്നെ പറയാം, ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോ ഇത് ഞാൻ വിചാരിച്ച പോലെ ഈ ലെറ്ററുകളൊന്നും പളഞ്ഞ് കിട്ടാതാവുമ്പോ ഇത് മതിയാക്കിയിട്ട് വല്ല ഹോട്ടലിൽ പ്ലേറ്റ് എങ്ങനെ പോവാന്നൊക്കെ അങ്ങനെ തോന്നും. നമുക്കത് അറിയാത്തത് കൊണ്ടാണ് ആ പണി. അങ്ങനെ പിന്നീട് എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് സത്യൻ. പരിചയമില്ലേ? രാജൻ. ഞാനത് ചോദിച്ചു. ഈ രാജൻ നിന്റെ അന്ന് ശരിക്കും അയൽവാസിയാണ്. ആ അന്നത്തെ ബോർഡ് എഴുത്തുകാര് മൊയ്തു, ആ സത്യൻ, രാജൻ, ആ നിങ്ങൾ ആ തമ്മിൽ അന്ന് ഭയങ്കര മത്സരം പോലെ ഉണ്ടായിരുന്നു? അതോ അതെ നിങ്ങൾ അതെ അതെ തമ്മിൽ അതെ അതെ ആ ആ അതെ. അന്ന് ഭൂമിയാർക്കലേക്ക് ഒരു ഒന്നേ അന്ന് മൊബൈൽ ഒന്നുമില്ല നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്. അന്നൊന്ന് ഭൂമിയാതുക്കളി താഴെ പോയി ഒന്ന് മീറ്ററോട്ട് നടന്ന് വരുമ്പോഴേക്ക് ഏതെങ്കിലും ഒരുത്തൻ ചാടി വീണിട്ട് ഇനി എത്ര ദിവസമായി ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്നുകിൽ ഒരു ജില്ലാ സമ്മേളനത്തിന്റെ ബോർഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ബോർഡ്, അല്ലെങ്കിൽ 4 ബാനർ എന്തെങ്കിലും ഒന്ന് കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് കല്ലാച്ചി പോയി ബിരിയാണി ഒക്കെ വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും സത്യനും കൂടി ഈ വലിയ ചുമർ പരസ്യങ്ങൾ, ചെറുതൊന്നല്ല, നാദാപുരമുള്ള വലിയ വലിയ ജ്വല്ലറിന്റെ പരസ്യമൊക്കെ ഞാനൊരു 20 വയസ്സിന്റെ മുമ്പ് ഞാനും സത്യനൊക്കെ ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാദാപുരം പാറക്കെട് ഭാഗത്തൊക്കെ നല്ല ലക്ഷറി ഗൾഫുകാരാണ്. അവർക്കൊക്കെ ധാരാളം റോഡ് സൈഡിൽ ബിൽഡിംഗ് ഒക്കെ ഉള്ള വലിയൊരു ആചാര വീട്ടിൽ അന്ന് ചുമര് എന്തെങ്കിലും ഈ ബോർഡ് എഴുതാനുള്ള ഈ പരസ്യം ചെയ്യാനുള്ള ചുമര് എന്തെങ്കിലും ഒരു ഈ 100-200 ഉറുപ്പ്യ കൊടുത്ത് ഒരു ചെറിയ സ്റ്റാമ്പ് പേപ്പറിൽ ഞങ്ങൾ ഒരു കൊല്ലത്തേക്ക് വാടകയൊക്കെ എടുക്കും. അപ്പൊ ഞാനൊരു 64 കിലോ ഉണ്ടെങ്കിൽ അന്നൊരു 50ന്റെ താഴെ ഉള്ളൂ, ഒരു 42-3 കിലോ ഉള്ള ഒരു പെൻസിൽ പോലത്തെ ഒരാളാണ്. സത്യനും അങ്ങനെ തന്നെ. കണ്ട 2 ദരിദ്രവാസികള്. അപ്പൊ ഞാനും സത്യനും കൂടി അവിടെ ഉമ്മത്തൂര് ഭാഗത്തുള്ള പാറക്കടലിന്റെ ആ ചുറ്റുവട്ടത്ത് അവിടെ ഉള്ള ഒരു ആര്യ വീട്ടിലേക്ക് കയറി ചെന്നു. വലിയ നടവഴിയും, അന്ന് ടൈൽസ് ഒതുക്കാൻ നമ്മളെ വാണിയിൽ അങ്ങനെ പാകലില്ല. നല്ല നല്ല ആഡംബരമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ചാര് കസേര എമ്മൽ ഒരു റാഡോ വാച്ചൊക്കെ കെട്ടി ആര്യാര് ഇരിക്കുന്നുണ്ട്. സത്യനാണ് പറഞ്ഞത് ചുമര്, ആര്യാര് കേട്ട് ചോറ് എന്നാണ്. അന്നേരം തന്നെ ആര്യ ഒരൊറ്റ വിളി, ഇയാത്തു ഇവർക്ക് രണ്ടാൾക്കും ചോറ് കൊടുക്കുന്നു. സത്യനൊന്ന് എന്നാ നോക്കി, ഞാനൊന്ന് സത്യനെ നോക്കി. കണ്ട 2 ദരിദ്രവാസികളാണ്. ഞാൻ എവിടുന്നോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. അങ്ങനെ ചോറ് വയ്ക്കാണ്ട് ആചാര്യം വിടുന്നില്ല. ചോറല്ല ആചാര്യ ചുമരാ വണ്ടി തറഞ്ഞേനെ എല്ലാം കൂടി രക്ഷപ്പെട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നീടാണ് ഗൾഫിലേക്ക് ആയിരുന്നത്. ഇത് ഈ ഒമാനിലായിരുന്നില്ലേ ആദ്യം? ഒമാനിൽ എന്തായിരുന്നു പരിപാടി? ഇത് വര തന്നെ? ഒമാനിലെ സൈൻ ബോർഡ് കമ്പനിയിലായിരുന്നു ആദ്യം തന്നെ എത്തിപ്പെട്ടത്. ഒമാനിലേക്ക് ഈ 21 അങ്ങനെ വയസ്സാ 992 ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഞാൻ ഒമാനിലെ മത്ര എന്ന വലിയ സിറ്റിയിൽ അവിടെ 3-4 നിലയുള്ള ടാക്സി സ്റ്റാൻഡ് അന്നുണ്ട്. ഞാൻ അതിന്റെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അന്ന് ആ ഒട്ടാക സ്ട്രൈക്ക് ആയിട്ട് ആ സമരങ്ങളും അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 992 അവിടെ ഒമാനിലെ വെച്ച് ഇപ്പൊ സൈൻ ബോർഡ് കമ്പനിയിലാണ്. ഈ സൈൻ ബോർഡ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു 70 അവിടെയൊക്കെ അന്ന് ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റിൽ ഈ ഫ്ലക്സ് പ്രിന്റ് ഇതൊന്നുമില്ല. ഒരു സൈൻ ബോർഡ് കമ്പനിയിലുള്ള 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേരും കലാകാരന്മാരായിരിക്കും.
നമ്മൾ സ്വന്തം വരച്ചുണ്ടാക്കണം. അതിന്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ പണ്ട് കോഴിക്കോടൊക്കെ ബസ്സിൽ പോകുമ്പോൾ ആ വലിയ ബിൽഡിങ്ങിന്റെ ചുമരുകളിലൊക്കെ ഉള്ള ആ കലകളുണ്ടല്ലോ, ആ പരസ്യ കലകള്, അത് ശരിക്കും കൊച്ചിൻ ബിനാലേനേക്കാളും വലിയൊരു കലാവിന്യാസമാണ്. നമ്മളത് അത്ഭുതപ്പെടുമായിരുന്നു. ഇന്ന് നമുക്കത് അത്ഭുതം ഇല്ല. ഇന്ന് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയല്ലോ. അപ്പൊ അവിടെ അന്ന് ഈ കലാകാരന്മാർ സ്വാഭാവികമായിട്ടും അല്പം വെള്ളമൊക്കെ അടിക്കും. അല്പം ഒന്നല്ല, നല്ലോണം വെള്ളമൊക്കെ അടിക്കും. എനിക്ക് ഈ മദ്യത്തിന്റെ ചോയ അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല രുചി. അപ്പോ ഒരു രസകരമായ ഒരു അനുഭവം പറയാം. അവിടെ ഒരു തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു മോഹൻദാസ് ഉണ്ടായിരുന്നു. മോഹൻദാസ് നല്ലൊരു കമ്മ്യൂണിസ്റ്റ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കലാകാരന്മാർ അധികവും കമ്മ്യൂണിസ്റ്റ് ചായവുള്ളവരായിരിക്കും. അപ്പോ ഒരു 10 മണിയായിട്ട് മോഹൻദാസ് വരാതായപ്പോ മുതലാളി എന്നോട് പറഞ്ഞു, ഞാൻ കൂട്ടത്തിൽ ചെറിയൊരാളാണ് അവിടെ, ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്. മൊയ്ത് ചെന്നിട്ട് മോഹൻദാസിന്റെ റൂമിൽ നോക്കി. ഞാൻ ചെന്നപ്പോ മോഹൻദാസ് ഫുള്ള് വെള്ളമടിച്ചിട്ട് ഓഫായിട്ട് കാർപ്പറ്റ് കിടക്കുകയാണ്. അപ്പൊ ഞാൻ കൂട്ടാൻ ചെന്നതാന്ന് തോന്നിയപ്പോ മോഹൻദാസ് എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. കുട്ടി, മുതലാളിത്തത്തിന് എന്നെ ഒറ്റിക്കൊടുക്കരുത്, ഞാൻ ഒരു ദിവസമെങ്കിലും ജീവിച്ചോട്ടെ. ഇതൊക്കെ ഈ കളികളൊക്കെ എനിക്ക് മടുത്ത്. അപ്പോ ഇത് എനിക്ക് ഈ മേഖല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് കുറച്ചും കൂടി അപ്പൊ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് ഒന്നും വേണ്ട. പിന്നെ ഈ ചൂട് കാലത്ത് ഈ സ്കഫോൾഡിന്റെ മുകളിൽ കയറിയിട്ട് ബോർഡ് ഫിറ്റ് ആക്കുന്നിടത്തിലൊക്കെ പോകണം. അതിനൊന്നുള്ള ശാരീരികമായ ഒരു കപ്പാസിറ്റി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ആക്കി പോരുകയാണ്. പിന്നീട് യു എയിലേക്ക് പോയി. പിന്നെ യു എയിൽ പോയപ്പോ യു എയിൽ ഒരു 18 കൊല്ലം ഉണ്ടായിട്ടില്ലേ? 18 കൊല്ലത്തോളം ഉണ്ടായിരുന്നു പരിപാടി ഫുള്ള്. ഞാൻ ജീവിതത്തിൽ ചെയ്തത് ഫുള്ളായിട്ട് വരകൾ തന്നെയാണ്. പിന്നീട് യു എയിലെത്തിയപ്പോ എനിക്ക് വലിയൊരു ഷോപ്പിംഗ് മാളുകളുടെ ഒരു ശൃംഖലയായ ഒരു KM ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്ന യു എയിലും ഒമാനിലും പടർന്നു കിടക്കുന്ന 10,000-കണക്കിന് ആളുകളുള്ള ഒരു കമ്പനിയിൽ അവിടുത്തെ ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് നല്ലൊരു ടൈ ഒക്കെ കെട്ടി അങ്ങനെ അപ്പോഴേക്കും കമ്പ്യൂട്ടർ വന്ന് പിന്നെ പതുക്കെ നമ്മൾ ഈ ഡിസൈനിങ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെ ജോലി ഒന്നുകൂടി മെച്ചപ്പെട്ടപ്പോൾ ശമ്പളം ഓട്ടോമാറ്റിക്കായിട്ട് കൂടുമല്ലോ. അങ്ങനെ ആളൊന്ന് മെച്ചപ്പെട്ട് അങ്ങനെയൊക്കെ അവിടെ നിന്നാണ് നല്ലൊരു ഇതായിട്ട് വരുന്നത്. അതും രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു ഓഫീസിൽ നമ്മൾ മറ്റൊരു കമ്പനീന്റെ ഓഫീസിൽ ചെന്നപ്പോ നമ്മൾ ഈ പറഞ്ഞു കൊടുത്ത അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ ഒരു സ്കെയിലും പെൻസിലും എടുത്ത് ചിലപ്പോൾ അവിടുത്തെ മാനേജർക്ക് നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഈ മാനേജറെ ക്യാബിനിൽ ചെന്നിട്ട് മാനേജർ വരക്കാൻ പറഞ്ഞൊക്കെ അവിടെ സ്കെയിലും പെൻസിലും ഉണ്ടാവില്ല. അപ്പൊ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു M.Com ഒക്കെ ഉള്ള അടുത്ത ചീഫ് അക്കൗണ്ടന്റാ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു കണ്ണൂർക്കാരൻ. ആ കണ്ണൂർക്കാരനോട് പറയും, സജീർ എന്നങ്ങനെ അവന്റെ പേര്, സജീറെ മൊയ്തൂർ ഒരു പെന്നും പെൻസിലും കൊടുക്കുന്നത്, പെന്നും പെൻസിലും സ്കെയിലും കൊടുക്കാൻ പറയൂ. അപ്പൊ എനിക്ക് ഈ പെൻസിൽ കിട്ടിയൊക്കെ ഇതിങ്ങനെ എലി കടിച്ചതുപോലെ ഉണ്ടാവും. സ്കെയില് എടുത്ത് നോക്കിയാൽ 1 സെന്റിമീറ്ററും ലാസ്റ്റിലെത്താൻ 31ാമത്തെ സെന്റിമീറ്ററും അതുമേൽ ഉണ്ടാവില്ല. അപ്പൊ മാനേജർ പറയൂ, അത് സജീർ തിന്നതാണ്. അത് ചിലർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. ഈ പണിയിലെ റിസ്കില് ഈ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലൊക്കെ ഇവനിങ്ങനെ കടിച്ചു പൊട്ടിക്കൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ചെന്നപ്പോ ഈ സജീറിനെ കാണാനില്ല. അപ്പൊ ഞാൻ മാനേജറോട് ചവനയിൽ പോയി. അപ്പൊ എന്നോട് അയാൾ പറയാണ്, ഇടാ ഈ മായ്ക്കുന്ന റബ്ബർ ഇല്ലേ, അത് അപ്പാട് വിഴുങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഡോക്ടർക്ക് ഒന്നും കാണിച്ചില്ല? ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അതൊരു ബീഫിന്റെ കഷ്ണാന്ന് കൂട്ടിയാൽ മതി. ഞാൻ ചോദിച്ചു, എന്നിട്ട് അവനിപ്പോ ഇവിടെ? ഇവിടെ റബ്ബർ അല്ലേ ഉള്ളിലുള്ളത്, അവന്റെ മെമ്മറി മൊത്തം മാഞ്ഞു പോയി. ഈ റബ്ബർ ഉള്ളിലുള്ളത് കാരണം അവന്റെ മെമ്മറി മൊത്തം മാഞ്ഞു പോയി. അവനെ ഇപ്പൊ ഞങ്ങൾ ഒഴിവാക്കിയത്. അയാളൊരു രസികനാണ്. അത് അങ്ങനെ ഒരുപാട് അതുപോലുള്ള രസകരമായ പരിപാടി. ഈ ഒരു സമയത്തല്ലേ മൊയ്ത് ജയിലിലായത്? ജയിലില് അത് നമ്മളെ കുനിയിലെ കുഞ്ഞമ്മത്, ഞാൻ നാട്ടുകാരുമായിട്ട് അധികം ഒരു അടുപ്പില്ല ഗൾഫിൽ വെച്ച് തന്നെ. എൻ്റെ പ്രൊഫഷനൊക്കെ വേറെയാണ്, കഫ്റ്റേരിയ ഒന്നുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. അന്ന് സ്വന്തമായിട്ട് നമുക്ക് പേജർ കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ വൈൽപ്പിടിയുള്ള കുനിയിലെ കുഞ്ഞമ്മതിന്റെ കഫ്റ്റേരിയന്റെ മുകളിൽ എനിക്കൊരു പേജർ വാങ്ങി തന്നു. അപ്പൊ ആ പേജറൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് വർക്ക് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഈ ലേബർ പിടിച്ച് ജയിലിലായി. അപ്പോൾ 23 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോ ഈ ജയിലിലായപ്പോൾ ഞാൻ ഒരു പകല എത്തുന്നത്,
ഒരു 4 ആൾക്ക് കിടക്കാൻ പറ്റുന്ന റൂമിൽ ഒരു 10-20 പേരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി ഏതെങ്കിലും ഒരു കോണിൽ പോയി കിടക്കാന്ന്. അപ്പൊ രാത്രി ആയപ്പോ ഒരു വലിയ സ്കൂളിന്റെ വരാന്ത പോലത്തെ ഒരു വരാന്ത. അവിടെ 75% പട്ടാണികളാണ് ഇതിനുള്ളിലുള്ളത്. നമ്മുടെ ഒരു വൃത്തിയൊക്കെ ഉള്ളത് അപൂർവം പേരേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നിരത്തി കിടക്കുക. ശരിക്കും മലർന്ന് കിടക്കാനുള്ള സ്പേസ് ആ ജയിലിലില്ല. അപ്പൊ എന്നാ ഏതോ ഒരു 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 ഇങ്ങനെ ലൈനായിട്ടുള്ള ഒരു പട്ടാണിന്റെ ബേക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തിയപ്പോ ഒരു 15 ദിവസമായിട്ട് കുളിക്കാത്ത ഒരു പട്ടാണിന്റെ പിന്നിലാണ് ഞാൻ പോയി കിടക്കുന്നത്. അവന്റെ ആ സ്മെല്ല് തട്ടിയിട്ട് അങ്ങ് ബോധം കെട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ റെയിൽപാളത്തിലേക്ക് നോക്കുമ്പോ എന്റെ ആ കലാകാരൻ എന്ന സ്വഭാവം എവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് നമ്മൾ എന്തും കാണുക. നമ്മൾ റെയിൽപാളത്തിലേക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു എൻഡിൽ പോയിട്ട് ഇത് ഒരു ബിന്ദുവിൽ ജോയിന്റ് ആകുന്നത് കാണാം. അതിന് ഞങ്ങൾ ഇതില് വാനിഷിംഗ് പോയിന്റ് എന്നാണ് പറയാ. അപ്പോ ശരിക്കും എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അത് 23 ദിവസം ജയിലിൽ കിടന്നപ്പോ എന്റെ ബന്ധുവായ KV അന്തറും KV കുഞ്ഞോദയൊക്കെ കാണാൻ വന്നിരുന്നു. അന്നേരം ഇങ്ങനെ പ്ലേറ്റ് മുട്ടി പാട്ട് പാടുന്നൊക്കെ കണ്ടത് അവരിപ്പം പറയും. ഞാൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഫാമിലിനെ അവിടെ ഒന്ന് ഫസ്റ്റിൽ വിസിറ്റ് കൊണ്ടുവരാൻ വേണ്ടി പല ഫാമിലി റൂമാരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോ ഈ തെക്കുള്ള അച്ചായന്മാരോടൊക്കെ ചോദിച്ചാല് അവള് പറയൂ ആ കട്ടിൽ തൊടരുത് ഇത് തൊടരുത് എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരു 3 സ്റ്റാർ ഹോട്ടൽ എടുത്ത് ഒരു മാസത്തേക്ക് ശരിക്കുള്ള നല്ല സെക്യൂരിറ്റി ശരിക്കുള്ള 3 സ്റ്റാർ ഹോട്ടല്. അങ്ങനെ നാട്ടിൽ നിന്ന് 2 കുട്ടികളും വൈഫും വരുന്നതും കാത്ത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു ദിവസം ജയിലിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് അതേ ഞാൻ തന്നെയാണ് പിന്നെ 3 സ്റ്റാർ ഹോട്ടലില് മലന്ന് കിടന്ന് കാണുന്ന എല്ലാ സ്വിച്ചും ഇട്ട്. ഈ ആഡംബര ഹോട്ടലിൽ ഒരുപാട് ലൈറ്റുകൾ ഉണ്ടാവും റൂമില്. എന്നിട്ട് മലർന്ന് കിടന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ആ ജയിലിൽ കിടന്ന ഞാൻ തന്നെയല്ലേ ഇനി 3 സ്റ്റാർ ഹോട്ടലിൽ ഫാമിലിനെയും കാത്ത് കിടക്കുന്നത്. ഇതൊക്കെ മനുഷ്യനിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നമ്മളിങ്ങനെ മാറി വരും. നിരാശപ്പെട്ട് അന്ന് ഞാൻ ക്യാൻസലാക്കി പോന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റൂല. അന്ന് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ സല്യൂട്ട് അടിച്ചിട്ട് സെക്യൂരിറ്റി ഇറക്കി വിടുന്നൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു മാസം നല്ല 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ കിടന്നിട്ടുണ്ട്. അത് ആ ജയിലിൽ കിടന്ന് ഞാൻ തന്നെ. മൊയ്തു ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ് പണ്ട് തന്നെ. അത് കലാകാരനാണ്. പിന്നെ മൊയ്തു അവിടെ പോകുന്നത് ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു സമയത്തുമാണ്. അവിടെ എന്തോ ഒരു പ്രേമം അങ്ങനെ എന്തോ ഒരു കഥയില്ലേ? നിന്റെ ചോദ്യം തന്നെ ഒരു ചൊറയാന്ന് എനിക്കും തോന്നി. അതെ, ഒരു പ്രേമം എന്ന് പറയാൻ പറ്റൂലെങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. അന്ന് അബുദാബിയിലെ സലാം സ്ട്രീറ്റില് വലിയ ബിൽഡിങ്ങുകളാണ്. എല്ലാം 10ന്റെ മേലെ നിലകളുള്ള 14ാമത്തെ ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. അതിന്റെ ബാൽക്കണി തുറന്നാൽ തൊട്ടടുത്ത ബിൽഡിങ്ങില് ഒരു പോലീസുകാരന്റെ ഫ്ലാറ്റാണ്. അതും 14ാമത്തെ ഫ്ലോറിൽ. അതിന്റെ വരാന്തയിൽ ഇരുന്ന് ഒരു മൊറോക്കോക്കാരി എപ്പോ ഇങ്ങനെ ചിത്രം വരക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ എവിടെ എത്തിയാലും നമ്മളെ ശ്രദ്ധ അങ്ങോട്ടായിരിക്കും. ചെരുപ്പ് കുത്തിയപ്പോ ചെരുപ്പിലേക്കാ നോക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളെ ശ്രദ്ധ എപ്പോ അതുപോലെ ആ മേഖലയിലായിരിക്കും. അവള് വരക്കുന്നുണ്ടപ്പോ ഞാനിങ്ങനെ തുണിയൊക്കെ ഉണങ്ങാനിടുമ്പോ ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കൂ. അപ്പൊ അവിടെ നിന്ന് തന്നെ നോക്കി ഇവനൊരു ചൊറഞ്ഞ കേസാ, ഞാനിങ്ങനെ ഒരു വായി നോക്കുന്നുള്ളതൊക്കെ തോന്നി. ഇതൊരു ചൊറഞ്ഞ കേസാന്ന് തോന്നിയാൽ അവള് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതിന്റെ താഴെ ഒരു ഗ്രോസറി ഉണ്ട്. ഞാൻ ഈ ജോലിക്ക് പോവും വരുവൊക്കെ ചെയ്യുമ്പോൾ ഈ വലിയ ട്രൈപോഡുകളും SLR ക്യാമറ റോൾ ചെയ്ത പേപ്പറുകളൊക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അവൾക്ക് തോന്നി ഏകദേശം അവൾ ആ ഒരു വകുപ്പിലുള്ള ആളാണ് ഞാനെന്ന്. അങ്ങനെ പതുക്കെ ഞങ്ങള് സംസാരിക്കാനൊക്കെ തുടങ്ങി. അവൾക്ക് മറ്റേ അറബി എനിക്ക് അറിഞ്ഞൂടാ, അവൾക്ക് ഇംഗ്ലീഷാണ് അറിയാവുന്നത്. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് കുറച്ചേ അറിയൂ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. എന്റെ ഇംഗ്ലീഷിന് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞങ്ങള് സംസാരിക്കാനൊക്കെ തുടങ്ങി. അത് നല്ലൊരു ബന്ധമായിരുന്നു. അപ്പോ ഞാൻ ആ സ്ട്രീറ്റിൽ നിന്ന് താമസം മാറേണ്ടി വന്ന് പിന്നെ ഒരു 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ഷോപ്പിംഗ് മാളില് ഈ അറബിയും ഈ പോലീസുകാരന്റെ ഒക്കെ ഫാമിലിന്റെ കൂടെ ആദ്യം തന്നെ റൂമിലുള്ള ഒരു അലബിക്ക പറഞ്ഞിട്ടുണ്ട്, ഈ മലപ്പുറക്കാരി മൊയ്തു എന്നല്ല വിളിക്കുക, മെയ്തു അത് പോലീസുകാരന്റെ ഫ്ലാറ്റാണ്. അത് ശരി തന്നെയാണ്. 5-6 നക്ഷത്രങ്ങളൊക്കെ ഉള്ള വലിയ പോലീസുകാരന്റെ വീടാണ്. അങ്ങനെ ഈ പോലീസുകാരന്റെ കൂടെ ഇവള് അവിടുത്തെ ഫാമിലിന്റെ കൂടെ വലിയ ഷോപ്പിംഗ് മാളിൽ അവരൊക്കെ വലിയ ആഡംബരമായിട്ട്, ഇവളെ ഡ്രസ്സിനൊന്നും ഒരു നിറവൊന്നുമില്ല. പക്ഷെ അവള് എന്നെ അവസാനമായിട്ട് നോക്കി ചിരിച്ച ആ കണ്ണിന്റെ തിളക്കമുണ്ടല്ലോ, അത് അവരുടെ ഡ്രസ്സിനേക്കാളും തിളക്കമുണ്ടായിരുന്നു. നമ്മൾ ഈ അടിമത്തം നിരോധിച്ച് അല്ലെങ്കിൽ ഈ മറ്റേ ഇത് പേര് മാറുന്നേ ഉള്ളൂ, ഗദ്ദാമ അത് ഇത് എന്നൊക്കെ. ശരിക്കും ആരും സമന്മാരല്ല.
നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആദ്യം തന്നെ പറയുന്നത് എല്ലാവരും സമന്മാരാണ് എന്നാണ്. എല്ലാവരും സമന്മാരാണോ? ആണോ റഷീദെ? അതെ. അല്ല. ഈ ഇതൊക്കെ ഇത് ഇന്ന് കഴിഞ്ഞിട്ടല്ലേ പല പേരിലും മൊയ്തുവിന്റെ പല രീതിയിലും. ഇത് എങ്ങനെ? കഴിഞ്ഞിട്ടല്ലേ കല്യാണം കഴിയുന്നത് അല്ലേ? ഞാൻ കല്യാണം കഴിച്ചത് കക്കട്ടില്, അക്ബർ കക്കട്ടിൽ, നാസർ കക്കട്ടിൽ, അവരൊക്കെ മരുവളയാണ്. അതില് കല്യാണം കഴിച്ച് അതില് 2 കുട്ടികള്. ഈ 2 ഗദ്ദാമന്റെ കഥ കുട്ടികളുള്ളത്. അറിയോ? എങ്ങനെ? ഈ ഗദ്ദാമന്റെ കഥ ഊൾ അറിയോ? ഇല്ലെങ്കിൽ ഇപ്പൊ അറിയട്ടെ. അത് പറഞ്ഞു തരാ. ഇത് പറഞ്ഞു തരാം ആദ്യം ഈ വിഷയം. എനിക്ക് 2 കുട്ടികള്, 2 ആൺകുട്ടികളാണ് എനിക്ക്. ഒരു മോനിപ്പോ ബാംഗ്ലൂർ MBA ചെയ്യുന്നുണ്ട്. ഇളയ മോന് കൊല്ലത്ത് MBBS-ന് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒരു പൊട്ടും പൊളിയും ഇല്ലാതെ ജീവിതം നല്ല നിലയിൽ സന്തോഷത്തോടെ പോകുന്നുണ്ട്. എന്റെ എഴുത്തിലൊക്കെ ചില സ്പൈസി എരിവ് ലേശം കൂടുതലായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് വേറൊരു തത്വശാസ്ത്ര ഇതിന്റെ ഒന്നും ഒരു വലിയൊരു പിൻബലത്തിലൊന്നും ജീവിക്കുന്ന ആളല്ല. കുറച്ച് സ്വതന്ത്രമായിട്ട് തന്നെ ഉള്ള ആളാണ് കുറച്ചൊക്കെ. അപ്പൊ എന്റെ ശരിക്കും എങ്ങനെ എഴുത്ത് തുടങ്ങുന്നത് ആ സമയത്തല്ലേ? എഴുത്ത് തുടങ്ങുന്നത് UAE വെച്ചിട്ട് നമ്മളെ ഇസ്മായിലിന്റെ ഒരു വാണിമേൽ മറ്റേ ഗൂഗിൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല. അന്ന് ഈ മൊബൈലിൽ നെറ്റ്വർക്ക് ഇല്ല. അവിടെ ഒരു ഇത് എന്താ പറയുക, ഗൂഗിൾ ഗ്രൂപ്പ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരന്ന് അതിൽ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് സിസ്റ്റത്തിലൂടെ ഈ നെറ്റിലൂടെ അന്നേ ഞാൻ സജീവമായിട്ടും ഒക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന്റെ ഐഡിയ കിട്ടി. ഒരു ദിവസം ഞാനിത് തുറന്നു നോക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാനും അതിൽ കയറി അങ്ങ് പരിചയപ്പെട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വന്ന് കീബോർഡും ഇങ്ങനെ മലയാളം ഞെക്കിയൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ വലിയ പാട് തന്നെയാണ്. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ മൊയ്തു EV. അന്ന് പകുതി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത പുതിയ തലമുറയാണ്. ഒന്ന് പോയില്ല കുഞ്ഞമ്പതുക്ക, സജീറിന്റെ അടുത്ത ആരിഫ്, മറ്റേ മൊയ്തു, അങ്ങനെ പോലെ 2-3 ആള് എനിക്ക് അറിയാവുന്നതുള്ളൂ. 75% പരിചയമില്ലാത്ത കുട്ടികളാണ്. ആദ്യം ഞാനെന്തോ ഹായ് വിട്ടപ്പോൾ ആരാ ഇത്, എവനാരാന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ മൊയ്തു, വാണിമേൽ താവോട്ട് മുക്കിലാണ്, അബുദാബിയിൽ ഒട്ടകത്തെ കറക്കുന്നു, വെറും ഒട്ടകമല്ല ഷെയ്ഖിന്റെ ഒട്ടകം. അപ്പൊ ഇതിനൊക്കെ നല്ല പ്രതികരണം കിട്ടി. അങ്ങനെ പിന്നെ എല്ലാവരും നല്ല ഈ തമാശകളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളെ ചിറ്റാമ്പുള്ള സൂപ്യാജിന്റെ ഒക്കെ നല്ല രസകരമായ തമാശകളൊക്കെ ശരിക്കും പല ആസാദൊക്കെ പല പ്രാവശ്യം നമ്മളെ ഗ്രൂപ്പിൽ എഴുതിയത് കാണാം. സൂപ്യാജിന്റെ അടുത്ത് പണ്ട് സിമെന്റിന്റെ ആളുണ്ടോ എന്ന് ചോദിച്ചു പോയത് ഞാൻ തന്നെയാണ്. ഭൂമിയാത്കര് തായ സൂപ്യാജിക്ക് ഒരു സിമെന്റിന്റെ കട ഉണ്ടായിരുന്നു സൂപ്യാജിക്ക്. അപ്പൊ ഞാൻ ചെന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് മൂസക്കാന്റെ ഒരു സിമെന്റിന്റെ കട, അല്ല സൂപ്യാജിക്ക് ഒരു അരിക്കച്ചവടം ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്താണ് മൂസക്കാന്റെ സിമെന്റ് കട. അപ്പൊ അവിടെ ഷട്ടർ പകുതി താത്തിയത് കണ്ടപ്പോ ഞാൻ സൂപ്യാജിനോട് ചോദിച്ചാണ്, ഈ സിമെന്റിന്റെ ആളെടുത്ത് പോയി ആചാരാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, സിമെന്റിന്റെ ആൾ ഇവിടെ ഇല്ല, വടകര 5 കുളത്തിന്റെ അടുത്ത് ഒരു തണ്ട് ഗാന്ധിജി എന്നും പറഞ്ഞു, കോഴിക്കോട് മുതലക്കളമുണ്ട് കൃഷ്ണമേനോ എന്നും പറഞ്ഞ ഒരാള്. ഇങ്ങനെ സൂപ്യാജിന്റെ കുറെ രസകരമായ തമാശകളുണ്ട്. അതൊക്കെ ഞാനത് എഴുതുമായിരുന്നു. അങ്ങനെയാണ് എഴുതിയത്. അപ്പൊ വീണ്ടും ഞാൻ എന്റെ ഫാമിലിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഈ കുട്ടികൾ ഇത് എരിവ് കൂടുമ്പോ ഭാര്യ കുറച്ച് ചൂടാവും. അതിന്റെ എനിക്ക് ഒരു വലിയൊരു പ്രശ്നത്തിൽ ഞാൻ ചെന്ന് പെട്ടത് ഈ അടുത്ത കാലത്ത് എന്റെ അളിയൻ, അപ്പൊ UAE നല്ല സെറ്റപ്പാണ്. അവൻ വരുന്നതിന്റെ തലേദിവസം എന്നോട് വിളിച്ചു, മൊയ്തുക്ക എന്നാ ഞാൻ കൊണ്ടുത്തരണ്ടേന്ന് ചോദിച്ചു. നമുക്കിപ്പോ എന്തെന്നാ, ഞാൻ ഒരു നിവ്യന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഷേവിങ്, ആഫ്റ്റർ ഷേവ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ നെസ്റ്റോലും മറ്റേ ലൂലുലും ഒക്കെ ഗൾഫിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടും. ആമസോൺ ഓൺലൈനിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇവനോട് കൊണ്ടുത്തരാൻ ഒരു പാകത്തിലുള്ള ഒരു സാധനം ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഞാനൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്തിച്ചേരുമെന്ന് ചോദിച്ചു. മൊയ്തുക്ക എന്ത് പറഞ്ഞാൽ ഞാൻ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞു. ഉറപ്പാന്ന് ചോദിച്ചു. എനിക്ക് എന്റെ പീഡിയയിലേക്ക് ഒരു ഫിലിപ്പീൻ പെണ്ണിനെ കൊണ്ടുത്തരുമോ നീ ചോദിച്ചു. അപ്പൊ ഇവൻ രണ്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ സാധാരണ ഇത് ഞാൻ മറക്കുകയും ചെയ്ത്. ഞാൻ സാധാരണ വരുമ്പോലെ കടയിൽ അടിച്ച് വീട്ടിൽ വരുമ്പോ ഓള് വാതിൽപ്പടിയിലുണ്ട്, പൂമുഖവാതിൽക്കൽ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ല സ്നേഹം വിതച്ചുകൊണ്ട് എവിടെ നിൽക്കുന്നതെന്ന്. ഇവയെല്ലാം മറ്റേ ഇവന്റെ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വൈഫിനോട്. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ചിന്ത ഇല്ല അല്ലേന്ന് ചോദിച്ചു. ഇവള് വല്ലാതെ ചൂടായി. അപ്പൊ അതിന്റെ ശേഷം കുറച്ച് ബ്രേക്ക് വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യല്. മൊയ്തുവിന്റെ ഈ 2 പുസ്തകങ്ങളല്ലേ ഇറങ്ങിയത് അല്ലെ? ഒന്ന് ഒരു പ്രവാസത്തിന്റെ കഥ, ഗൾഫിലുള്ള സമയത്തുള്ള ഓരോ അനുഭവങ്ങൾ. ഫോറിൻ നുറുങ്ങുകൾ. ഭയങ്കര serious ആയിട്ടുള്ള കഥ അല്ലേ? 2ാമത് ഇറങ്ങിയത് അത്ര കോമഡി ഉള്ളതല്ല.
ആദ്യം ഇറങ്ങിയത് കോഴിക്കോട് ഇൻസൈറ്റ് പബ്ലിഷ് ചെയ്ത ഫോറിൻ നുറുങ്ങുകൾ. അത് ഫുള്ള് തമാശയായിട്ടുള്ള നുറുങ്ങുകളാണ്, നമ്മളെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത് പോലെയുള്ള. പിന്നെ അതിലുള്ള ഏറ്റവും രണ്ടാമത്തത് മൊയ്തുവിന് ആ ആ ഫോറിൻ നുറുങ്ങുകൾ എന്ന് പറഞ്ഞ ബുക്കിലെ ആ മൊയ്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ കഥ പറയും, ഒരു കുഞ്ഞി കഥ, ഒരു ആ ആചാര ഒരു കുഞ്ഞി കഥയല്ലേ കഥ അതില്? ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞി കഥ ഞാൻ ഒമാനിലെത്തിയ പറഞ്ഞില്ലേ. ആ ഒമാനിലെത്തിയപ്പോ അതിലുള്ള ഒരു കഥയാണത്. അതൊരു സംഭവിച്ച കഥ തന്നെയാണ്. ഒമാനിലെത്തിയപ്പോ എന്നെ ഒരാള് കൂട്ടിയിട്ട് ഈ പെപ്സി വെൻഡിങ് മെഷീൻ ഇല്ലേ, നമ്മുടെ ഒമാനില് 100 പൈസയുടെ കോയിനല്ല, 100 പൈസന്റെ ഒരു നോട്ടാണത്, കടലാസിന്റെ. ആ ഈ 100 പൈസന്റെ നോട്ട് നമ്മള് ഞാൻ വാണിന്ന് പോന്നല്ലേ ഫസ്റ്റില് 10-20 വയസ്സുള്ളപ്പോ. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് ഒരു പരിചയമൊന്നും ഇല്ലല്ലോ. ഈ പെണ്ണുങ്ങളൊക്കെ വാഹനം ഓടിച്ചു പോകുന്നൊക്കെ ഞാൻ ആദ്യം അവിടുന്നാണ് കാണുന്നത്. അതായത് ഈ തിരിയുന്ന ഷവായ കോഴി, ഈ കോഴിയൊക്കെ, ഇതൊക്കെ ഞാൻ അവിടെ നിന്നാണ് കാണുന്നത്. അപ്പൊ ഇതില് അവൻ ഒരു 100 പൈസയുടെ ഒരു കടലാസം ഇട്ടപ്പോ ടുടുടുടുന്നും പറഞ്ഞ് നല്ല തണുത്ത പെപ്സി താഴെ വന്ന് വീഴുന്നു. അപ്പൊ ഞാൻ ഒന്ന് ഓനിക്ക് എടുത്ത് രണ്ടാമത് അവൻ ഇടുമ്പോൾ ശരിക്കും ഞാൻ ഇത് വാച്ച് ചെയ്ത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ കിൽപ്പി തിരുപ്പണിയൊക്കെ നല്ല ഇഷ്ടമായിരുന്നെന്ന്. അങ്ങനെ ഞാൻ റൂമിലെത്തി ഒരു 5-6 100 പൈസ വെച്ച് അതേ വലിപ്പത്തിൽ 5-6 പേപ്പർ മുറിച്ചുണ്ടാക്കി. ഒന്ന് റൂമിലുള്ള അവനിക്ക് കൊടുക്കണം ഒരു പെപ്സി, ഇവനിക്ക് കൊടുക്കണം. അപ്പൊ ലേശം ഇരുട്ടം കറുത്തോട്ടെ ചോദിച്ചു. ലേശം ഇരുട്ട് കറുത്തപ്പോ ഞാൻ ഈ പെപ്സി മെഷീന്റെ അടുത്ത് പോയി ഈ കടലാസ് ഇങ്ങനെ തിരികെ കയറ്റുക നോക്കുമ്പോ ഇത് എടുക്കുന്നില്ല. അതേസമയം ഞാൻ പോക്കറ്റിൽ നിന്ന് ഒരു 100 പൈസ എടുത്ത് കാണിക്കുമ്പോണ്ടല്ലോ ഒന്നും പറഞ്ഞ് നല്ലോണം വെളിച്ചം എടുക്കൂ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നേക്കാളും ബുദ്ധിയുള്ള ഒരുപാട് പേര് ഈ ഭൂമുഖത്തുണ്ട് എന്ന്. ഗൾഫിൽ നിന്ന് വന്നിട്ടേ മൊയ്തു ആ പിന്നെ കുറ്റ്യാടിയിൽ ഒരു കച്ചവടക്കാരനായി. അതെ കച്ചവടം എന്ന് പറഞ്ഞാല് അതിന് മുമ്പ് ഫുൾ ടൈം ചിത്രം വരെ മാത്രമായിരുന്നു. അതെ അതെ അപ്പൊ അതെ വേറൊരു ജോലിയും ഞാൻ അറിഞ്ഞൂടാത്തൊരു അതുവരെ ചെയ്തിട്ടില്ല. ആ അപ്പൊ കച്ചവടം എന്ന് പറയുന്നത് അറിഞ്ഞൂടാത്തൊരു പണിയാണല്ലോ. അപ്പം ആദ്യം അതെ അതെ പെട്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന ഈ പ്രശ്നം. ആദ്യത്തെ 2-3 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം അല്ല ഈ നമ്മൾ ഒരു പുതിയൊരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും. ഒന്നും അറിയില്ല. ഒരു പ്രായമുള്ള ഒരു ആചാരമൊക്കെ വന്ന് ആ തലയെക്കെട്ടിന്റെ കൊമ്പൊക്കെ കുലുക്കിക്കൊണ്ട് മല്ലിക്ക് എത്രയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മല്ലിക്ക് എത്രയാ വില എന്നുള്ളത്. എനിക്കത് പിടികിട്ടുന്നില്ല മനസ്സിൽ. ഇനി ഞാൻ ഉറങ്ങി കിടക്കുന്നിടത്തിൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മാ എന്ന് പറയുമ്പോൾ തന്നെ മല്ലിന്റെ വില ഞാൻ പറയൂ. ഇനി ഞാനത് പഠിച്ചു. അന്ന് ഞാൻ കുപ്പി വെള്ളം ഇങ്ങനെ എടുത്ത് കൊണ്ടാച്ചിട്ട് ആകെ ടെൻഷനായിട്ട് അതെടുത്ത് ഇങ്ങനെ കുടിച്ചിട്ട്, പക്ഷെ ഞാൻ അവിടെ പിടിച്ചു നിന്ന്. ഈ 13 കൊല്ലമായി ഇപ്പം കുറ്റിയാടി ടൗണിൽ കച്ചവടം ചെയ്യുന്നത്. ഇതുവരെ ഒരു അടിയൊന്നും കൊള്ളേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലർക്ക തുറന്നു വെച്ച ഷട്ടറാണ്. ഈ കയറി വരുന്നവൻ നോർമലാണോ വല്ല പട്ട് കേസാണോ എന്നൊന്നും നമുക്കറിയില്ല. ചിലരുമായിട്ട് പെട്ടുപോകും. 75% ആൾക്കാരും എന്നെക്കാളും ബുദ്ധിയുള്ളവരാണ് എന്റെ കടയിൽ വരുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പേ ഒരാളെടുത്ത് ഞാൻ പെട്ടുപോയത് പറഞ്ഞത് ഞാൻ തോറ്റുപോയി. കാരണം ഞങ്ങൾ ഈ കാലിച്ചാക്ക് വിൽക്കും, പ്ലാസ്റ്റിക്കിന്റെ വലിയ 50 കിലോന്റെ മൈദേന്റെയും പഞ്ചാരന്റെ ഒരു ചാക്കിന് 10 റുപ്യാണ്. ഇത് ഈ പൈസ ഇല്ലാതെ വരുന്ന ഒരു ആളാണെങ്കിൽ ഒരു ചാക്ക് തരുമെന്നൊക്കെ വളരെ കൂളായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പൊ അവന്റെ ആ ചോദ്യത്തിൽ തന്നെ അറിയാം ഇത് പൈസ കിട്ടൂല എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് മോശപ്പെട്ട ഒരു ചാക്കിലേക്ക് എടുത്തു കൊടുക്കും. പക്ഷെ ഒരു ബുള്ളറ്റും വലിയ നല്ലൊരു ചെറുപ്പക്കാരൻ വന്ന് എന്റെ കടയുടെ മുമ്പിൽ നിർത്തി 2 ചാക്ക് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അതിലേക്ക് നല്ല 2 ചാക്ക് എടുത്തവന് കൊടുത്ത് ഇവൻ അത് നല്ലോണം മടക്കി ഇവന്റെ ബുള്ളറ്റും മേൽ വെച്ച് കയറി ഇരിക്കുമ്പോ എന്റെ വേറെ കസ്റ്റമർ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ കാണിച്ചു കൊടുത്തു 20 റുപ്യാണ്. തിരിച്ചു വരുമ്പോ തരാം കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് ആളെ അറിയില്ല. ഇങ്ങനെ നമ്മൾ തോറ്റു പോകുന്ന ചില കേസുകളുണ്ട്. അതെ, നമ്മള് അങ്ങാടിയിലൊക്കെ ഇരിക്കുമ്പോ തോറ്റു പോകും. ഈ ചിത്രം വരെയും പിന്നെ കച്ചവടം ഇത് കഴിഞ്ഞിട്ട് മൊയ്തു ഇപ്പൊ ഉള്ള ഒരു പരിപാടി ബ്ലോഗറാ മൊയ്തു. ഭയങ്കര അതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആ എല്ലാം ഭയങ്കര ആ ബ്ലോഗറായിട്ട് നടക്കുന്നത്. അതെന്താ പരിപാടി? അത് നിങ്ങൾ 2 ദിവസമായിട്ടൊക്കെ അതിന്റെ പീസുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ഈ $10 ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരുന്നു. പക്ഷേ ഈ സായിപ്പ് തരുന്നത് എടുത്താ പൊന്താത്തത്ര വർക്കാണ്. എന്നോട് ഇപ്പോ ഞാൻ ഒരു റീൽസ് ഇട്ട് അതിന് നല്ല ഒരു 40 ഇത്ര 40K എന്നൊക്കെ പറയുമ്പോൾ ഇത്ര അത് അല്ല 400-700K ഒക്കെ കിട്ടാറുണ്ട് ഓരോ പോസ്റ്റിന്. അപ്പൊ അവര് വീണ്ടും ഇങ്ങനെ ഇത് തരികയാണ്. ഒരാഴ്ചയുടെ ഉള്ളിൽ ഇത്ര റീൽസ് ചെയ്യണം, എന്നിട്ട് ഇന്നെന്താ പൈസ അങ്ങ് വാങ്ങിക്കോന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുകയാണ്. ഇതിങ്ങനെ കിട്ടിക്കഴിയുന്നില്ല. അത് നല്ല രസമുള്ള പരിപാടിയാണ് ഈ റീൽസ്. അതുകൊണ്ടൊക്കെ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഈ നമ്മളെ ഇപ്പൊ ഗ്രൂപ്പിലെ അടുത്ത് ഞാനും വൈഫ് UAE പോയിരുന്നേ. അപ്പൊ അവിടെ മെട്രോ സ്റ്റേഷനിൽ
മറ്റേ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ മാക്കി അക്കരെ അക്കരെ എന്നുള്ള സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും ഇങ്ങനെ ഈ പോപ്കോണും തിന്ന് നടക്കുന്നില്ലേ, അതുപോലെ ഈ അത്ഭുതമൊക്കെ കണ്ട് ഞാനും വൈഫും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ വന്ന് രണ്ട് ചെറുപ്പക്കാരാണ്. കുറുക്കം നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്റെ അല്ലോ മൊയ്തൊക്കെ താത്തേന്ന്. അവരെന്നെ തിരിച്ചറിഞ്ഞ്. അപ്പൊ അവര് കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് മറ്റേ റൂമിലുള്ള അബ്ദുറഹിമാനൊക്കെ മെയ്ദൂഖാന്റെ കഥ ഒരുപാട് വായിക്കലുണ്ട്, മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ കാണാൻ രണ്ടാമത്തെ ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത് പൈസ കൊണ്ട് നമുക്ക് കിട്ടാത്തതാണ്. അത് സർഗാത്മകതയിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് അത്. അങ്ങനെ ഒരുപാട് ഇവിടെ ഒരു കല്യാണം പോയി ചെന്നാലോ എല്ലാവർക്കും പറയാനുള്ളത് റീൽസിനെ പറ്റിയോ അതൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യം. മൊയ്തുവിനെ കുറിച്ച് നമ്മളെ ഗ്രൂപ്പില് വന്നൊരു കമന്റേ, മൊയ്തു ഭയങ്കര ബണ്ടലിന്റെ ആളാന്ന്. ശരിയാ? മൊയ്തു ഞാൻ പണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അബുദാബിയിൽ നമ്മുടെ ഇവരില്ലേ ആര് പുലിമുരുകൻ എന്നുള്ള സിനിമയൊക്കെ എടുത്ത ഒരു ടോമിച്ചനില്ലേ, മുളക് പാടാൻ ടോമിച്ചൻ, ആ ടോമിച്ചനും ഞാനും ഒരു റൂമിൽ കിടന്നുറങ്ങിയാണ്. എന്താ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയല്ലോ ബണ്ടൽ എന്ന്. പണ്ട് പുരയിൽ വന്ന ഒരു അവക്കർക്ക് പറഞ്ഞിരുന്ന്, പുരയിൽ അവക്കർക്ക് അവിടെ ഗസ്റ്റ് വന്നോലോ, എന്റെ അവിടെ വന്ന മറ്റേ ചങ്ങായി ഇറങ്ങി പോകുമ്പോ ചെറിയ മുഹമ്മദിനോ സുൽപ്പത്തിനോ 5000 ഉറുപ്പ്യൊക്കെ എടുത്തു കൊടുത്ത്. അപ്പൊ ഉമ്മയെല്ലാം കൂടി അങ്ങ് ചിരിച്ചു. അപ്പൊ അവക്കർക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ബണ്ടലടിക്കുന്ന എനിക്ക് 10,000 എന്ന് പറഞ്ഞുകൂടാഞ്ഞു വന്ന്. അതുപോലെ ഞാൻ ഇവിടെ അടുത്ത് ബണ്ടലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനീ പറഞ്ഞത് അതാ ഈ അടുത്ത് ഈ ടോമിച്ചനും ഞാനും മെസ്സഞ്ചറിലൂടെ ചാറ്റ് ചെയ്തത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ചില്ലറക്കാരനൊന്നല്ല, നല്ല കോടികളുടെ ആസ്തിയുള്ള. സ്ക്രീൻഷോട്ടെല്ലാം ഫോട്ടോഷോപ്പിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അല്ല, അബുദാബി സലാം സ്ട്രീറ്റിൽ ബിൽഡിങ്ങിന്റെ ഇതുവരെ പറഞ്ഞു തരാം ഡീറ്റെയിൽസ്. അന്ന് മൂപ്പര് വലിയൊരു ധനികനൊന്നും ആയിട്ടില്ല. പിന്നീടാണ് ഈ തേങ്ങ പറിക്കുന്ന ഒരു ജിന്നിന്റെ കഥ ഉണ്ടല്ലോ, അതെന്താ നമ്മൾ ഇത്? അത് തേങ്ങ പറിക്കുന്ന ജിന്നല്ല. ഞാൻ റഷീദിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് റഷീദിന്റെ ചില്ല എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒരു കഥകൾ പ്രസിദ്ധീകരിക്കില്ല ഞാൻ, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ താവോട്ടുമുക്കിലെ മൊയ്ലോത്തെ മൊയ്ലോത്ത അവിടെ പണ്ടേ പറയും ചെറുത്താനുണ്ട് എന്നൊക്കെ. അങ്ങനെ മൊയ്ലോത്ത ചള്ളയിലേക്ക് രണ്ട് കുട്ടികൾ പോകുന്നതും അവിടെ ജിന്നിനൊക്കെ, അതൊക്കെ അന്ന് ഉമ്മാമ്മ പറഞ്ഞു തരുന്ന കഥകളാണ്. ജിന്ന് പോയി വലിയ നീളത്തിന്റെ കൊമ്പ് ഏന്തി പിടിച്ച് കുലുക്കി അങ്ങ് വെള്ളത്തിലേക്ക് തുള്ളി എന്നൊക്കെ പറയുമ്പോ നമ്മളത് ഭാവനയിൽ കാണാണ്, നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഈ വായനയും കഥയൊക്കെ. അതേസമയം നമ്മൾ ഈ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിനുള്ളിലുള്ളത് കണ്ട് നമ്മൾ മുരടിച്ചു പോവാണ് ഈ റീൽസും ഈ വീഡിയോകൾ കാണുമ്പോൾ. അതാണ് ഈ മുത്തശ്ശി കഥകൾക്കും ഈ ബാലമാസികൾക്കൊക്കെ ഉള്ള പ്രസക്തി. അത് അന്ന് എഴുതിയിരുന്നു. അത് ജിന്നിന്റെ കഥ അന്ന് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നല്ലോ റഷീദിന്റെ അതില്. ഈ മൊയ്തു ശരിക്കും കുട്ടിക്കാലത്ത് വാണിയല്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടീനേജിന്റെ സമയമാകുമ്പോ പിന്നെ ഗൾഫ് പോയി. അവിടെ ഏതാണ്ട് ഒരുപാട് കാലം നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് കുറ്റ്യാടിയാണ്. അപ്പം വാണിയലാകെ ആദ്യത്തെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന ആ ഒരു 20 വയസ്സ് വരെയുള്ള സമയത്ത് പ്രധാനമായിട്ടും നിന്ന്. പക്ഷെ മൊയ്തുവിന് വാണിയലിന്റെ കാര്യം പറയുമ്പോ മൊയ്തുവിന് ഒരു ചെറിയ ഇളക്കയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. പണ്ട് നമ്മളൊരു കഥ ഇല്ലേ, ഏത് കുരങ്ങും മുതലച്ചാരും ഉള്ള. കുരങ്ങ് അക്കരെ കിടക്കാൻ വേണ്ടി മുതലെന്നെ പുറത്ത് കയറി ഇരുന്നപ്പോ മുതല ഇത് വിഴുങ്ങുമെന്ന് തോന്നിയപ്പം മുതല പറഞ്ഞതാണ് കുരങ്ങിനോട്, എനിക്കൊരു കുരങ്ങിന്റെ ഹൃദയം വേണോ, അതിനാണ് ഞാൻ നിന്നെ ഈ കൂട്ടിയത്. ആ ഓർമ്മയില്ലേ നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്ന കഥ? കൊരങ്ങച്ച എനിക്കൊരു കുരങ്ങിന്റെ ഹൃദയം, എന്റെ ഭാര്യയൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് ഒരു കുരങ്ങിന്റെ ഹൃദയം വേണം, അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ ഈ കൂട്ടിയത്. അപ്പൊ കുരങ്ങിന്റെ ബുദ്ധിയിൽ അന്നേരം ഒരു കാര്യമുണ്ട്, മുതലച്ചാരെ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ മുകളിൽ വെച്ചിട്ട് മറന്നുപോയി വെച്ചിട്ടുള്ളത്, ഞാനത് പോയി എടുത്തു വരാമെന്നും പറഞ്ഞ് രക്ഷപ്പെടുന്നത്. അതേപോലെ മൊയ്തു എത്ര കുറ്റ്യാടി എവിടെയായാലും മൊയ്തുവിന്റെ ഹൃദയം കൈവന്തായുള്ള ആ നീരണത്തിന്റെ കൊമ്പിലുണ്ട്. ഞാൻ സ്വപ്നം കാണുന്നതൊന്നും കുറ്റ്യാടി ജംഗ്ഷൻ ഒന്നല്ല. ഇപ്പോഴും റഷീദിന്റെ അടുത്ത ഇടയും ഞാൻ പറഞ്ഞില്ലേ അന്തർവാജിന്റെ ഇടയിൽ കൂടെ ചളി കുണ്ടും അവിടെയുള്ള കല്ലുകളും അങ്ങനെയുള്ള ഓരോന്നും തിരുപ്പുറത്തെ ഇടയിലൂടെ ഉറവെള്ളത്തിലൂടെ നടക്കുന്നതൊക്കെയാണ് സ്വപ്നം കാണാൻ.
അത് അങ്ങനെ മനസ്സുമായിട്ട് അങ്ങ് ഇണങ്ങിപ്പോയൊരു ഭാഗമാണ്. അത് നമ്മൾ ഏത് മറ്റേ ബുർജ് ഖലീഫയൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. ഗൾഫിൽ എത്രയോ 18-20 കൊല്ലം ജീവിച്ചിട്ടും ബുർജ് ഖലീഫയോ അല്ലെങ്കിൽ അതങ്ങനെ ആഡംബരമായിട്ടുള്ളതൊന്നും സ്വപ്നം കാണുന്നില്ല. ഇതൊക്കെ അതാണ് അന്ന് അങ്ങനെയുള്ളൊരു ഈ കരു മനസ്സ്. ഈ കരുവന്തായി പുഴേനെ കൊണ്ട് പറഞ്ഞിട്ടേ ഞാൻ ഈ മൊയ്തു ഭയങ്കര മീൻപിടുത്തത്തിന്റെ ഒരാളല്ലേനോ പണ്ട്. ഈ മീൻപിടുത്തം ഞാൻ കരുവന്തായി മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഇപ്പൊ ഉള്ള ഇതിന്റെ പിന്നിലുള്ള സജീർ വല ഉള്ള വലിയ തണ്ടാടി വലയൊക്കെ ഇരാൻ്റെ അടിയായിരുന്നു ഉള്ളത്. അപ്പോ സജീറും ഞാനും വേറെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ ഈ വലക്ക് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് സജീറിന് ഓതി വെച്ച് കൊടുക്കണം. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ വല നനഞ്ഞു നോക്കിയാൽ കുറെ ഈങ്ങ മുള്ളു ഇതെല്ലാം ആയിട്ട് ഈ വല തിരിച്ച് പുരയിൽ എത്തിക്കാനുള്ള കഷ്ടപ്പാട്. അങ്ങനെ എന്നെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ സജീറൊക്കെ. ഞങ്ങൾ ഒരുപാട് വെള്ളത്തിൽ നിന്ന് കളിക്കുന്ന കൂട്ടരായിരുന്നു. ഈ ലൈഫ് ഉണ്ടല്ലോ മൊയ്തു, നമ്മളെ ജീവിതം, ആ ഈ ജീവിതത്തിൽ നിന്ന് മൊയ്തു പഠിച്ചൊരു കാര്യം എന്താ? നമ്മളെ എന്താ പറയാ ബാക്കിയുള്ള ആളുകൾക്കും കൂടിയായിട്ട് അതെന്തെന്നു പറഞ്ഞു കൊടുക്കൂ. ജീവിതം നമ്മൾ എന്താ പഠിപ്പിച്ചെന്ന്? പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ ആശയങ്ങളുണ്ട്, എന്റേതായ രാഷ്ട്രീയമുണ്ട്, എന്റേതായ മതമുണ്ട്. ഇത് ഞാൻ വേറൊരാളുമായിട്ട് തർക്കിക്കാനോ ഒരടിപിടി കൂടാനൊന്നും ഇന്നേ വരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഇപ്പൊ ആസാദിന്റെ ക്ലിയർ ഇല്ലേ? എന്തോ ഒരു മെസ്സേജ് വരുന്നേ? ഇല്ല അത് നോക്കണ്ട. നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആസാദൊക്കെ ഞങ്ങൾ ജ്യേഷ്ഠന്മാരാണ്. ഇന്നേ വരെ ഞാൻ ആസാദിനെ ഒന്ന് വിളിച്ചിട്ട് മൊയ്തു എന്നൊന്ന് അല്ല ആസാദെ ഒന്നെന്നെ രക്ഷിക്കുന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ ആരുമായിട്ട് ഒരു പ്രശ്നത്തിനൊന്നും പോകലില്ല. പിന്നെ അതെ, ഞാൻ ഈ ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നില്ല. അത് കുറെ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും കിട്ടുമൊന്നുമില്ല. പിന്നെ പുതിയ തലമുറയോടൊക്കെ എനിക്ക് നല്ല ബഹുമാനാണ്. കാരണം ഈ പുതിയ തലമുറ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുമായിട്ട് തർക്കിക്കാനോ അല്ലെങ്കിൽ പൗരോഹിത്യമായിട്ട് ഒരു ജഗട കൂടാനൊന്നും നമ്മുടെ പുതിയ തലമുറ പോകുന്നില്ല. കാരണം അവർക്കൊട്ട് അതിന് സമയവും ഇല്ല, താല്പര്യവും ഇല്ല. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മൂല്യന്മാരൊക്കെ എത്ര ബേക്കോട്ട് പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാലും അവര് കുതിരശക്തിയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പുതിയ തലമുറയോട് നല്ലൊരു ബഹുമാനാണ്. അവരൊക്കെ നല്ല ഉഷാറാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു എന്തെല്ലാന്ന് പറഞ്ഞ ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, ഇന്റർവ്യൂ അത് ഏതാണ്ട് കഴിഞ്ഞപ്പം നമ്മളെ ഇപ്പൊ ഓഡിയൻസിലുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, മൊയ്തുവിനോട് സംസാരിക്കാം, അതിനുള്ള ഒരു സമയം. അപ്പം നമുക്കിനി അടുത്തത് ഓരോരുത്തർക്കായിട്ട് ചോദിക്കാം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകൾ ചോദിക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഭയങ്കര ഈ ആളുകളെ വ്യക്തിഹത്യ പോലെയുള്ള ആളുകളെ മോശമാക്കുന്ന തരത്തില്, പരിഹസിക്കുന്ന തരത്തിലൊന്നുള്ള കാര്യങ്ങൾ വരാതിരിക്കുക. അപ്പൊ എന്നാ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ചോദിക്കുന്ന ആളൊന്ന് ഇതിന്റെ അകത്തൊരു കൈപൊക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതാണെങ്കിൽ അതിനനുസരിച്ച് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും അടിയിലുണ്ട്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. അത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും അൺമ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഇനി ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിച്ചാലോ? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ് സുബേറെ. ഞാൻ സുബേർ മത്സരിച്ച് ബോർഡ് എഴുതിയിരുന്ന ആളാണ്. എന്റെ ചോദ്യം അതേനു. സുബേർ ഒരു ബോർഡ് വെക്കുമ്പോ ഞാൻ 2 വെക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ സുബേർ 3 വെക്കുവോ? മത്സരിച്ച് കൊല്ലങ്ങളോളം ഞാനും സുബേറുമായിരുന്നു ഭൂമി അതിങ്ങനെ കെട്ടാൻ പിടിച്ച് മത്സരിച്ച് ബോർഡ് എഴുതിയത്. സുബേറിന്റെ അടുത്ത വയ്യാപ്പുറത്തെ ആ ചുമർമേൽ വെച്ചാണ് സുബേർ ബാനറൊക്കെ എഴുതുന്നത്. ഞാനിപ്പോ ആസാമിലാണുള്ളത്. ആസാം എന്നായി പറയുന്നത്? ആസാമിലെ പറ. പിന്നെ ഞാൻ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊയ്തുവിനോട്, പിന്നെ മൊയ്തു ടാലന്റ് എങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്?
കേൾക്കുന്നുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. അതിലെന്തോ ക്ലാരിറ്റി കുറവുണ്ട് സുബേർക്ക. മൊയ്തു മൾട്ടി ലെവലായിട്ടുള്ള ടാലന്റ്. കേൾക്കുന്നുണ്ടോ റഷീദ്? അത് ബ്രേക്ക് ആവുന്നുണ്ട്, ഇടക്ക് ബ്രേക്ക് ആയതാ. ഇതിപ്പോ ശരിയായി. ഓക്കെ പറയും. ഞാൻ പറഞ്ഞത് മൊയ്തു ഒരു മൾട്ടി ലെവൽ ടാലന്റ് ഓരോ ഘട്ടത്തിലും കാണിക്കുന്നുണ്ട്. മൊയ്തുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു ഈ മുന്തിരി ഇല്ല, പുഴുങ്ങിയ മുന്തിരി ജ്യൂസ്. എന്താണ് സംഭവിച്ചത്? അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ പിടിച്ചു നിൽക്കാറുണ്ട്. അത് വന്നാലും വലിയൊരു നഷ്ടമൊന്നും വന്നിട്ടില്ല. അത് ഒരു പരീക്ഷണം നടത്തിയതായിരുന്നു. അത് കുറെ നാൾ നല്ല വിജയമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പലയിടത്തിലും തുടങ്ങിയല്ലോ അത്. തുടങ്ങി 6 ബ്രാഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മൊയ്തു ഒരുപാട് സംരംഭത്വത്തിൽ ഇറങ്ങി അവസാനം. അതെങ്ങനെ വിജയകരമായിട്ട് പോകുന്നുണ്ടോ? ഉണ്ട്. ഇല്ല, നഷ്ടമൊന്നുമില്ല. ഞാൻ നല്ലോണം ആലോചിച്ചിട്ടേ കാലെടുത്ത് വെക്കാറുള്ളൂ. പണ്ട് ഗൾഫിൽ നിന്ന് തന്നെ ഈ കിട്ടുന്ന ശമ്പളം കഫ്റ്റേരിയൊക്കെ ഷെയർ കൂടാൻ വേണ്ടി നമ്മളെ നാട്ടുകാർ ഒരുപാട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് അത് ചിലർക്ക് കൊടുക്കാത്തതിലും നഷ്ടമുണ്ട്. ഒരു 60% ആള് പരാജയപ്പെടുമ്പോൾ ഒരു 40% രക്ഷപ്പെടുന്നുള്ളൂ. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇവിടെ എല്ലാവരുടെയും സ്ഥലം അറിയിക്കുകയാണ്. പീപ്പിൾ ഇൻ കേരള. ഇവരൊക്കെ മലയാളിയാണോ? കൈസായ ബായ്. वालेकुम सलाम. हम एक ही काम वाला है. എന്നാ മ്യൂട്ടായി തോന്നുന്നു. മ്യൂട്ടായി എല്ലാവരും. ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ആരെയും റഷീനെ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നും കേൾക്കുന്നുമില്ല. സജിറ അത് എല്ലാം പിന്നെ മ്യൂട്ടായി. ഇല്ല, മൊയ്തു സുബൈർക്ക് മാത്രമേ മ്യൂട്ട് ആയിട്ടുള്ളൂ. സുബൈർക്ക് മ്യൂട്ടായി. സുബൈർക്ക് അൺമ്യൂട്ട് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സുബൈർക്ക് സ്റ്റക്ക് ആയതാണ് വീഡിയോന്റെ പ്രശ്നം. അല്ല, സുബൈർക്കന്റെ കഴിഞ്ഞു. ഇനി അടുത്ത ഇതില് ഒരാഴ്ച മുമ്പേ നമ്മളെ ഗ്രൂപ്പ് കേൾക്കുന്നുണ്ടോ? ആ ഗ്രൂപ്പിൽ തന്നെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതില് കണ്ടത് പിന്നെ ഒരാള് അരി വേണം, ബിരിയാണി അരി വേണം, അതും ഏറ്റവും വില കൂടിയ ബിരിയാണി അരി തന്നെ വേണം, കയമ. അപ്പം കയമ അരി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ മൂപ്പര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് വെറുതെ നാട്ടുകാർക്കൊക്കെ കടം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങളെ തിരിച്ച് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എത്ര തരാനുണ്ട്? 10-18,000 ഉറുപ്പിക തരാനില്ലേ? നിങ്ങൾക്ക് കുറെ കാശ് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് നിങ്ങൾ 5,000 എങ്കിലും എനിക്ക് തന്നോ എന്ന് ചോദിച്ചപ്പോ അയാൾ കോപിച്ച് ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. അത് പച്ചയായ അനുഭവമാണ്. അതേ ഞാൻ പറഞ്ഞേ. അപ്പം നിങ്ങൾക്ക് ഇയാൾക്ക് വീണ്ടും ബിരിയാണി അരി കടം കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പറഞ്ഞാണോ, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് അയാളെ ട്രീറ്റ് ചെയ്ത് ഒഴിവാക്കിയതാണോ, എന്താണത്? ഇല്ല, ഇങ്ങനെ നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിട്ട് നമ്മളെ ചീത്ത പറയുന്ന ഒരുപാട് പേരുണ്ട്. കടയിൽ കയറി വന്നിട്ട് രണ്ടാമത് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവനുമായിട്ട് അതുവരെയുള്ള സൗഹൃദം അതോടെ ക്ലോസ് ആയി. അതാ ഞാൻ ചോദിച്ചത്. ആ കാണുന്നതൊക്കെ ശരിക്കും പച്ചയായ അനുഭവമാണ്. അത് ശരി. ഇതിപ്പോ നമ്മള് ബംഗാളികള് എന്നോട് പലരും വിളിച്ചു പറഞ്ഞു, ബംഗാളികള് 2-3 പരിപ്പ് മിക്സ് ആക്കാൻ പറഞ്ഞ്. അവരൊരു സ്വഭാവമാണത്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് അതിന്റെ സെന്ററിലുള്ള ആ പരിപ്പ് എനിക്ക് വേണ്ടാന്ന്. അത് നമുക്ക് റിട്ടേൺ എടുക്കാനാവില്ലല്ലോ. ഇതിപ്പം തമിഴ്നാട്ടിലൊക്കെ അവിടുത്തെ വലിയ
എഴുത്തുകാരൊക്കെ അവിടെ പാത്രങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാര്, അനാദിക്കട നടത്തുന്ന ആൾക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അവിടുത്തെ എഴുത്തുകാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അധികം എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊയ്തുവിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ മുമ്പ് മുതലേ ഇപ്പം മുകുന്ദനായാലോ അല്ലെങ്കിൽ MT ആയാലോ അങ്ങനെ ബഷീർ വേറൊരു ജീവിതം ഉള്ളതുകൊണ്ട് ബഷീറിന്റെ വേറെ ഒരു ബുക്ക് സ്റ്റാൾ നടത്തിയെന്നല്ലാതെ വേറെ പണിയൊന്നും മൂപ്പര് ആ രൂപത്തിൽ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും മുകുന്ദനായാലും ആരായാലും അവർക്കെല്ലാം ജോലിയുണ്ട്. പ്രൊഫഷണലായിട്ട് അവര് വിദ്യാഭ്യാസമുള്ളവരാണ്, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും എഴുത്തുകാരാവുന്നില്ല. ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്താൽ ശരിക്കും നമുക്ക് നഷ്ടമാണ്. ഇപ്പൊ എന്നെ പോലുള്ള ഒരു ഈ ഗോൾഡൻ ക്ലാസ് എഴുത്തുകാർ, ഉദാഹരണത്തിന് അക്ബർ കക്കട്ടിൽ പോലുള്ളവരാണെങ്കിൽ ആണെങ്കിൽ വലിയ പ്രസാധകർ വന്നങ്ങ് എടുത്തോളും. ഞാനൊക്കെ ഒരു 500 കോപ്പി എനിക്ക് കിട്ടണമെങ്കിൽ 10-20,000 ഉറുപ്പ്യ കൊടുക്കണം അവർക്ക്, ഈ പ്രസാധകർക്ക്. എന്നിട്ട് ഈ പുസ്തകം ഞങ്ങൾ ഇപ്പൊ കുറ്റ്യാടി ഭൂമിവാതുക്കലിനെ അപേക്ഷിച്ച് വലിയൊരു ടൗൺ ആണ്. ആ കുറ്റ്യാടി ടൗണിൽ പിന്നെ ഓൺലൈനിൽ ആമസോണിലൂടെ ഒക്കെ ഞാൻ 100-150 പുസ്തകമൊക്കെ വിറ്റിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഈ സുഹൃത്തുക്കളെയും കൂട്ടി ഈ പുസ്തകമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പിറ്റേത്തെ ആഴ്ച അവർ പറയും വയനാട്ടിലേക്ക് ഒരു ടൂറ് പോവാന്ന്. അപ്പൊ ആ പൈസ തീർന്ന് ലാസ്റ്റ് നോക്കിയാല് നമ്മളെ പോക്കറ്റ് ഒരു 10-15,000 ഉറുപ്പ്യ നഷ്ടമായിരിക്കും. അങ്ങനെ 2 പുസ്തകത്തോട് കൂടി ആ പരിപാടി അങ്ങ് നിർത്തിയതാ. നഷ്ടല്ലേ? കണക്ക് ഒപ്പിച്ച് നോക്കിയാല് പണ്ട് ആടിനെ പോറ്റിയാലുണ്ടല്ലോ, 1 ആട് 2 ആട് 4, അതൊക്കെ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കൃത്യാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ഇത് വിജയിക്കില്ല. ആ വീഡിയോയിൽ പറയുന്ന പോലെയാണെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോ തന്നെ നാട്ടുകാർക്കൊക്കെ കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും അന്ന് തന്നെ അയാളെ പോലെയുള്ള ആളുകളുമായിരിക്കും അത്. അതെ, ഒരു 25% അതുപോലെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കാളും ബുദ്ധിയുള്ളവരാണ് ഒരുപാട് പേര് കടയിൽ കയറി വരുന്നത്. അവരെ മുമ്പിൽ നമ്മൾ എങ്ങനെ കളിച്ചാലും തോറ്റു പോകും. അതാ നിങ്ങൾക്ക് കച്ചവടം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കച്ചവടക്കാരൻ അങ്ങനെ ഒരാളാകാൻ പാടില്ല. അങ്ങനെ ഒരാളായാലും കച്ചവടം ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? സംസാരിക്കേണ്ടവര് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. മൊയ്തുക്ക് എന്തായാലും ഇനിയും എഴുത്ത് തുടരണം. പിന്നെ പുതിയ പുസ്തകങ്ങള് നിങ്ങള് എഴുത്തുകാരൻ കച്ചവടക്കാരനായുള്ള പ്രശ്നമാണെന്ന്. മൊത്തം കച്ചവടക്കാരനിലൂടെ കൂട്ടാണ്ട് പുസ്തകങ്ങൾ ഇനിയും വരണം. ഇനി ഫോറൻ തുറങ്ങോട് പറഞ്ഞ പോലെ ഒരു ബംഗാളി തമാശകൾ അങ്ങനെയുള്ള അതൊക്കെയാണ് ഒരു രസം. അല്ലാതെ ഫുള്ള് ഞാനിത് കണക്ക് കൂട്ടി പൈസ ഇങ്ങനെ എണ്ണി കളിച്ചോണ്ടാവുന്ന ഒരു മനസ്സിനൊരു സുഖമൊന്നും കിട്ടൂല. കുറെ പൈസ അടുക്കി വെച്ചോണ്ടൊന്നും മനസ്സിനൊരു സുഖമൊന്നും കിട്ടൂല. ഓക്കെ, പറഞ്ഞൊരു സന്തോഷം. തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട്, നിങ്ങളെ ഫോറൻ തുറങ്ങോട് വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം. ഈ CK മൊയ്തു എന്തോ ചോദിക്കുന്നുണ്ടോ? മൊയ്തുവിന്റെ ഈ ഇന്റർവ്യൂവിൽ എനിക്ക് കുറെ പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, മൊയ്തുവിന്റെ ഉപ്പ ആരാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും കാലമായിട്ട് വാണിമൽ എന്റെ വീടിന്റെ അടുത്താണ് മൂപ്പർ ഉണ്ടായിരുന്നത്. അതെ, ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു കച്ചവടം കുറ്റ്യാടി ചെയ്യുന്നുണ്ടെന്ന് അത് എനിക്ക് ഇപ്പോഴാണ്. ഞാൻ വിചാരിച്ച അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഏതായാലും പിന്നെ ഈ കച്ചവടത്തിന്റെ സംഭവം, ഈ കച്ചവടം തന്നെ ഭയങ്കര ഇതല്ലേ, എന്താണ് ഫുൾ ടൈം അവിടെ ഇരുന്ന് നമുക്കത് ഭയങ്കര ഉത്തരവാദിത്തം, എന്ന് പറഞ്ഞാൽ എവിടെയും പോകാൻ കഴിയാത്തൊരു സംഭവമല്ലേ കച്ചവടം. പിന്നെ അതെ, മറ്റൊരാളെ കീഴിൽ ജോലി ചെയ്യുന്നതിലും നല്ലത് ഇതാണ്, ആ റിസ്ക് ഉണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ഈ മേഖല തെരഞ്ഞെടുത്തത്. നമ്മൾ എന്നും ഒരു തിരക്കിലായിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആവുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. ഇനി ആരെങ്കിലും ചോദ്യങ്ങള്? നമ്മള് സമയം 9:35 ആവുന്നു.
ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. പക്ഷെ എന്നാലും അത്ര വൈകിട്ടൊന്നുമില്ല. കഴിഞ്ഞ തവണ നമ്മൾ ഇതിലും വൈകിയതാ. വേറെ മൊയ്തുക്ക ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പറയൂ. മൊയ്തുക്കാക്ക് വാണിമേലേക്ക് തിരിച്ചു വരണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മോളെ നിന്റെ റഷീദയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൊയ്തുക്കയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ കച്ചവടത്തിനൊക്കെ കുറച്ചും കൂടി സൗകര്യം കുറ്റ്യാടിയാണ്. കുറച്ചുകൂടി വിശാലമായ ഒരു ടൗൺ ആണ്. നിന്റെ ബാപ്പ എന്നെ ശിങ്കിടി എന്നാണ് വിളിക്കുക, അമ്മദാനി. അതായത് ഇപ്പൊ അടുത്ത് 3 ദിവസം മുമ്പേ ഭാര്യാകണ്ടി കുഞ്ഞാലിന്റെ മോന്റെ കാനോത്തിന് കണ്ടപ്പോൾ ഷിങ്കിടി എന്ന് വിളിച്ചിട്ടുണ്ട്. പണ്ട് ക്രസന്റ് ഹൈസ്കൂളിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ ഷിങ്കിടി ആയിട്ട് അഭിനയിച്ചതായിരുന്നു. നിന്റെ വാപ്പ നല്ലൊരു കലാസ്നേഹിയാണ്, നല്ലൊരു കലാ ആസ്വാദകനാണ്, നല്ലൊരു ഞാനുമായിട്ട് ഇപ്പൊ വളരെ അടുപ്പാണ്. ഈ മൊയ്തുള്ള പരിപാടിയിലാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടാ? അതെ അതെ. എന്നെ എന്റെ ഉമ്മാന്റെ കൂടെ പഠിച്ചതാണ് ഉപ്പ. അല്ല, ഉമ്മ ഞാൻ പറയുന്നുണ്ട്. ചോദിച്ചത് വേറെയാ. പറയാം, ചോദിച്ചത്. വാണിമേലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതൊന്നും അത്ര എളുപ്പമല്ലല്ലോ. ഞാനിപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേന്റെ സജിത്ത് ഡോക്ടറൊക്കെ വീടില്ലേ പെട്രോൾ പമ്പിന്റെ അടുത്ത്, അതിന്റെ തൊട്ട് കരയുള്ള വീട്ടിലിരുന്നാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ ഇവിടുന്ന് ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ ഉള്ളില് ഷവായ ചിക്കൻ അവിടെ ഉണ്ട്, മറ്റത് ഇവിടെ ഉണ്ട്. അതെല്ലാം വാണിയിലുണ്ട് ഇപ്പൊ. എന്താ ഫോൺ വരെ ചെയ്യണ്ട, മനസ്സിൽ വിചാരിച്ചാ മതി. ഇത്ര ഡെവലപ്പ് വാണിയിലാവില്ല. വാണിയിലുള്ളവർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത് ഞാൻ ഡെയിലി കാണുന്നതാ റഷീദേ. ഇപ്പൊ മനസ്സുകൊണ്ട് ഒരു കുറ്റാടിക്കാരനായി മാറി. അതായത് 2 പൗരത്വം ഉണ്ട്. ഇവിടുത്തെ പൗരത്വം ക്യാൻസൽ ചെയ്തിട്ടില്ല, അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഹൃദയം മറ്റേ കരുവന്തായ അത്തിമരത്തിന്റെ മോഡലുണ്ട് എന്ന്. ഇപ്പോ സ്വപ്നം കാണുന്നത് വാണിയൽ ഇടവഴികളൊക്കെയാണ്. ഇപ്പൊ റീസെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മൊയ്തുക്ക? പുതിയതായിട്ട് വരക്കാനൊക്കെ ഒരുപാട് മെനക്കെടാണ്. എന്റെ പുസ്തകങ്ങളിലൊക്കെ ഞാൻ തന്നെ വരച്ചതാണ്. കവർ ഡിസൈൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ ടച്ചങ്ങ് വിട്ടുപോകും. അതേസമയം കടയിൽ ഇരുന്ന് തന്നെ ഞാൻ പുസ്തകം തന്നെ മൊബൈലിലാണ് ടൈപ്പ് ചെയ്തത് മൊത്തം. അല്ലാതെ വീട്ടിലൊരു എഴുത്ത് മേശ വെച്ചിട്ട് ഒരു കണ്ണടയൊക്കെ വെച്ചിരുന്ന് എഴുതിയുന്ന ആളൊന്നല്ല. ഞാനിങ്ങനെ കടയിൽ ഉച്ചക്കൊന്നും ആളുണ്ടാവില്ല. അപ്പൊ ഒരു 10 വരി ടൈപ്പ് ചെയ്യും. അപ്പൊ ഒരാൾ മൈദക്ക് വന്നു കഴിഞ്ഞാൽ അവന് മൈദയൊക്കെ വിറ്റ് വീണ്ടും 2ാമത്തെ വരി ടൈപ്പ് ചെയ്യും. ഇത് ഈസിയാണ് നമുക്ക് ഈ മൊബൈലിലൂടെ. ഇപ്പൊ ഉള്ള ഈ കളിയും ഇതൊക്കെ നമുക്ക് ഈസിയാണ്. പക്ഷെ ഇരുന്നൊരു പെയിന്റിങ് പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന്റെ അടുത്ത് തന്നെ ഒരുപാട് മെനക്കെടണം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. ഞാൻ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കളിപ്പോ എവിടെയാ പഠിക്കുന്നത്? ഒരുപാട് ആവശ്യമുണ്ട്. ഈ ചിത്രം വരേന്റെ മുകളിൽ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ടെൻഷനൊന്നും വാങ്ങാനില്ല. ഷഫീനെ ചോദിച്ചതേ, ജോലി ചെയ്യണം. ഷഫീനെ ചോദിച്ചത് മൊയ്തുവിന്റെ മക്കൾ ഇപ്പൊ എന്താ ചെയ്യുന്ന? മക്കൾ, ഒരു മോന് MBA ചെയ്യുന്നത് ബാംഗ്ലൂര്, 2ാമത്തെ മോന് MBBS കൊല്ലത്ത് പഠിക്കുകയാണ്. അത് മെറിറ്റ് സീറ്റാണ്. ഏകദേശം 10 ലക്ഷം റുപ്യന്റെ അടുത്ത് ഒരു കൊല്ലത്തേക്ക് ഫീസ് വരും. അത് NRI സീറ്റ് ആണെങ്കിൽ 25 ലക്ഷം വേണോ? എന്റെ മോന് പഠിക്കുന്നത് മെറിറ്റില്. ആ മെറിറ്റ് സീറ്റിന് തന്നെ വേണോ ഏകദേശം ടോട്ടൽ? അവർ 8 ലക്ഷമാണ് പറയുന്നത്. നമ്മൾ ടോട്ടൽ ആ ഫീസ്, ഈ ഫീസ്, പരീക്ഷ ഫീസ്, മറ്റേ അവന്റെ യൂണിഫോം, അത് ഇതൊക്കെ ആയിട്ട്, ആ സാധനങ്ങൾ വാങ്ങലും അതൊക്കെ ആയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം റുപ്യ ഞാൻ അതിന് നീക്കി വെക്കണം ഒരു കൊല്ലം. പിന്നെ 2ാമത്തെ മോന് MBA പഠിക്കുന്നുണ്ട്. അത് 2 കൊല്ലമേ ഉള്ളൂ. അത് ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പമാണ്. മഹബൂബിന്റെ ഒരു ചെലവ്. ചോദ്യം, മൊയ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം ഏതാന്ന് ചോദിച്ചു. ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഏറ്റവും സന്തോഷമുള്ള 1-2 നിമിഷങ്ങളിൽ ഒന്ന് SSLC പാസ്സായതാണ്. അന്ന് ഞാൻ വയൽപ്പീടിന്റെ അടുത്ത് കുഞ്ഞിമതിന്റെ അവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നേ. അന്ന് ഞങ്ങൾ കുറെ പേര് അവിടെയായിരുന്നു പഠിക്കുക. കൊല്ലനണ്ടി നെയ്മും മറ്റേ മൂസാജിന്റെ അടുത്ത് മാഷ്, ഞങ്ങൾ കുറെ പേര്. അപ്പോ അതിൽ ഞങ്ങൾ 1-2 പേര് ക്രസന്റ് ഹൈസ്കൂളിൽ തന്നെ ആ പ്രാവശ്യം ഒരു 30% എങ്ങനെ വിജയ ശതമാനം ഉണ്ടാവും ഇല്ലേ? അന്നൊക്കെ അത്രയേ ഉള്ളൂ. 30-40% 50% എങ്ങനെ, 50ന്റെ താഴത്തൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ അന്ന് ഈ റിസൾട്ട് കല്ലാച്ചിമലുള്ള ഏതൊരു ട്യൂട്ടോറിയൽ കോളേജിലാണ് തലേ ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന് ഒട്ടിച്ചത്. അപ്പം ബാണിയെന്ന് ബസ് കയറി കല്ലാച്ചിമൽ വന്ന് ആ ട്യൂട്ടോറിയൽ കോളേജിന്റെ മുകളിൽ കയറി
എന്റെ നമ്പർ ഒപ്പിച്ച് നോക്കുമ്പോൾ ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നൊരു സന്തോഷമുണ്ട്. അന്നതിപ്പോ ഒരു ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അത് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നല്ല ആനന്ദിച്ച് കളിക്കുമ്പോൾ ഈ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്ന നിലയിൽ നിന്ന് തലകറങ്ങി വീണിട്ടുണ്ട്. നമ്മളെ ഈ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നമ്മളെ മാനേജറും മുതലാളിയും ഒക്കെ ചീത്ത പറഞ്ഞത് കേട്ടിട്ട് നിന്ന നിലയിൽ നിന്ന് താങ്ങാൻ പറ്റാഞ്ഞിട്ട് തലകറങ്ങി വീണിട്ടുണ്ട്. അത്രക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ സന്തോഷം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്. അല്ലാതെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അതാണ് പറയുന്നത്, നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന ബ്രാൻഡഡ് ഷൂസും മറ്റേ അതും ഇതും വാച്ചും മറ്റേ എല്ലാ സാധനമൊക്കെ വാങ്ങിക്കൊടുത്താൽ പിന്നെ അവന് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ബാക്കിയില്ല. അപ്പൊ അവൻ തന്നെ കണ്ടെടുത്തണമെന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. അത് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചെറുപ്പത്തിലെ ഞാൻ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചതാണെങ്കിൽ ഈ സ്റ്റാർ ഹോട്ടലിൽ മലന്ന് കിടക്കുമ്പോ ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ കഷ്ടപ്പെടുന്ന ഈ ജീവിതത്തിൽ ഒരുപാട് കാലം നാട്ടുകാർക്ക് വേണ്ടി ബോർഡ് എഴുതി കൊടുക്കുകയും വാണിയിലും ഗൾഫിലുള്ള ഒരുപാട് പീഡിയക്ക് ബോർഡ് എഴുതി കൊടുക്കുകയും ചെയ്ത ഒരാളാണ് മൊയ്തു. മൊയ്തുവിന്റെ പീഡിയക്ക് ബോർഡേ ഇല്ല. ഞാൻ ഇന്ന് ഇവിടെ എന്റെ എടാപ്പന്റെ പണ്ടേയുള്ള കച്ചവടം ഞാൻ ഏറ്റെടുത്തതാണ്. അത് മൂപ്പർ ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോ അത് പഴയ രീതിയിലുള്ള കുറ്റ്യാടി റിവർ റോഡിൽ മാർക്കറ്റിന്റെ ഉള്ളിൽ പണ്ടത്തെ രീതിയിലുള്ള. ഇന്നൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ അടക്കാ കുരുവികളില്ലേ, ഈ കുരുവികൾ നശിച്ചു പോകുന്നത് മറ്റേ ടവർ വന്നിട്ടൊന്നുമല്ല, സൂപ്പർ മാർക്കറ്റ് വന്നതുകൊണ്ടാണ്. എല്ലാം പേക്കഡ് സാധനമാണ്. കുരുവിക്ക് കൊത്തി തിന്നാനൊന്നും കിട്ടുന്നില്ല. അതേസമയം എന്റേതുപോലുള്ള ഒരു 10-15 കടകളുണ്ട് ആ മാർക്കറ്റിന്റെ ഉള്ളില്. അവിടെയൊക്കെ നിറയെ കുരുവികളായിരിക്കും. ആ പഴയ രീതിയിലുള്ള ഒരു കച്ചവടമാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കടം കൊടുക്കേണ്ടി വരുന്നത്. സൂപ്പർ മാർക്കറ്റുകാരെ ഒരു തരി പോലും, ഒരു ഉറുപ്പ്യ പോലും കടം കൊടുക്കേണ്ടി ഒന്നും വരുന്നില്ല. അപ്പൊ ഒരുപാട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അത് കൂട്ടി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാനും വലിയൊരു ധനികനും ആവില്ല, അങ്ങ് പരാജയപ്പെട്ടു പോകില്ല. ഒരു മേഡൽ ലെവലിൽ ഇങ്ങനെ അങ്ങ് പോകും. സജീറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സജീറിനെ കുറിച്ച് നേരത്തെ പലതവണ പറഞ്ഞു മൊയ്തു. എന്റെ ഖത്തറിൽ എന്റെ അറബിയായിരുന്നു സജീർ. ഫുട്ബോൾ കഴിഞ്ഞ വേൾഡ് കപ്പില്ലേ, അത് സജീർ പറയാൻ മടിയാന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ കടയിൽ ഇരുന്നപ്പോ നമ്മളെ ഈ ആസാദും മറ്റേ ടീമും ഒക്കെ ചിറ്റാമുള്ള കുഞ്ഞാലി കുഞ്ഞാലി ചിറ്റാമുള്ള സൂപ്യാജിന്റെ മകൻ കുഞ്ഞാലി, ആസാദ് ഇവരൊക്കെ ഖത്തറിൽ വെച്ചൊരു ഫോട്ടോ ഇട്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാനൊരു മോശക്കാരനായിട്ടില്ല, ഞാനിപ്പോ ഇവിടെ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ സജീറിന് മെസ്സേജ് അയച്ചു, സജീറെ ഞാനിന്ന് ഖത്തറിൽ വരാൻ എന്നാ വേണ്ടിയെന്ന്. എന്നോട് പറഞ്ഞു പാസ്പോർട്ടിന്റെ കോപ്പി അയക്കുമെന്ന്. അപ്പൊ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു കൊടുത്ത് അതെന്നോട് മറന്നു പോയി. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നിന്നുള്ള ഒരു ഒച്ച കെട്ടി ഞാൻ തുറന്നു നോക്കുമ്പോ എന്റെ ഫോട്ടോ സഹിതം വിസ വന്ന് വീണിട്ടുണ്ട്. എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നത് സജീറാണ്. ഞാൻ ഇക്കാക്കാന്റെ മോന്റെ കൂടിയായിരുന്നു താമസം. ഒരു 10-12 ദിവസം എന്റെ അറബിയായിരുന്നു സജീർ. ആ വലിയ വണ്ടിയൊക്കെ ആയിട്ട് എന്നെ എല്ലാ സ്ഥലത്തും കൂട്ടി കറക്കലും. ഖത്തറിലെ ഒരുപാട് സന്തോഷങ്ങളൊന്നും ഒരിക്കലും മറക്കൂല. ഗസ്റ്റായിട്ട് കിട്ടിയത് നമ്മളെ സന്തോഷമായിരുന്നു. എങ്ങനെ നിങ്ങളെ ഗസ്റ്റായിട്ട് കിട്ടിയത് നമ്മളെ സന്തോഷമായിരുന്നു. 3-4 ദിവസം നമ്മളെ ഷെയറാക്കി. നമ്മൾ ഓനെന്താ ഒന്നും പറയാത്തെ? എനിക്കെന്താ ചോദിക്കാനുണ്ടോ? ഞാൻ ഇതെല്ലാം കേൾക്കുന്നതാണ്. പിള്ളേര് കേൾക്കട്ടെ. പിന്നെ മൊയ്തുക്കാനോട് ചോദിക്കാനുള്ളത്, ഈ തമാശ എന്നുള്ളതാണല്ലോ മൊയ്തുക്കയുടെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്ന ഒരു ഹ്യൂമർ സെൻസും അത് ആസ്വദിക്കാനും അത് പറയാനുള്ളൊരു കഴിവാണല്ലോ. അപ്പോ ഈ തമാശ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. കാരണം അത് പറയേണ്ടവരോട് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞാൽ മാത്രമേ അത് തമാശയായിട്ട് വരികയും ചെയ്ത് ആസ്വദിക്കാനും പറ്റൂ. ജനിച്ച് കുറ്റ്യാടിയേക്ക് മാറിയ മൊയ്തുക്കാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാണിയക്കാരുടെ ചില തമാശകളൊക്കെ ഉണ്ട്, അത് പറയണ്ട. ചിലപ്പോ ഒരു ആംഗ്യം കാണിച്ചാൽ അടക്കം പെട്ടെന്ന് പിടിക്കും. നല്ല രസമുണ്ടാവും അത്. ഞാൻ ഈ ഹ്യൂമർ എല്ലാം ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്നു, ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ വാണിമേൽ നിന്ന് കുറ്റ്യാടിയേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ ഈ തമാശകളില് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റീജിയണൽ ആയിട്ട് എന്താ മാറ്റം ഉണ്ടോ എന്നുള്ള? വാണിയക്കാർക്കാണോ കൂടുതൽ ഒരു തമാശ ആസ്വദിക്കാനും അത് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളത്, അതോ കുറ്റ്യാടിക്കാർക്കാണ്? എന്താണ് അതിനുള്ള കാണുന്ന ഒരു വ്യത്യാസം? അത് എല്ലാവരുടെ ഉള്ള ആളും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ കുറ്റ്യാടി വെച്ചിട്ട് വാണിയിൽ ഒരു തമാശ പറയുമ്പോൾ ആദ്യം സുബൈർ എന്ന കഥാപാത്രത്തിനെ ഞാൻ 2 വരിയിൽ അവിടെ പരിചയപ്പെടുത്തണം. അതേസമയം ഞാൻ സുബൈറിനെ പറ്റി ഇവിടെ പറയുമ്പോൾ സുബൈറിനെ കലക്കി കുടിച്ചവരാണ് എല്ലാവരും, എല്ലാവർക്കും അറിയാം.
അത് ഞാൻ കുറ്റിയായിട്ട് വെച്ച് എന്റെ ചെറുപ്പത്തിലുള്ള തമാശകളൊക്കെ പറയുമ്പോൾ ആ കഥാപാത്രത്തിന് ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. മറ്റ് ആസ്വാദനം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. അത് അവിടെ എന്റെ കടയുടെ ചുറ്റുവട്ടത്ത് ഗുഡ്സ് വെക്കുന്നവരൊക്കെ എന്റെ നല്ല കഥാപാത്രങ്ങളാണ്, നല്ല എപ്പോഴെങ്കിലും ഒരു ആസ്വാദകരാണ്. തമാശ പറഞ്ഞിട്ട് പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു തമാശ പറഞ്ഞിട്ട് അത് തമാശ അല്ലാതെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വളരെ സീരിയസ് അങ്ങനെയുള്ള വല്ല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപൂർവം പെട്ടെന്ന് പോകാനുണ്ട്, അപൂർവം, അത്രേ ഉള്ളൂ. അത് വലിയൊരു ഇതാവില്ല. ഈ തമാശ പറയുന്നത് എന്റെ ഉമ്മ ഈ നമ്മുടെ വാണിയലിന്റെ ഈരന്റെ അടുത്ത ചുറ്റുവട്ടത്തുള്ള മറ്റ് ആൾക്കാരൊക്കെ അതേപോലെ അനുകരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കുറെയൊക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. നമ്മള് പഴയ ഇപ്പം റഷീദിന്റെ ഉമ്മയോ എന്റെ ഉമ്മയോ ഒക്കെ നല്ല സുഹൃത്തുക്കളായിരിക്കും. എന്നാൽ റഷീദിന്റെ ഉമ്മാന്റെ അതേ ആ വോയിസിലൊക്കെ എന്റെ ഉമ്മ സംസാരിക്കൂ. അപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു പാരമ്പര്യമാണ്. മൊയ്തുവിന്റെ അഭിപ്രായത്തിലെ ബാണിയിലുള്ള മൊയ്തുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തമാശക്കാരനാരാ? എനിക്ക് ചിറ്റാമുള്ള സൂഫിയാജി. എത്ര പെട്ടെന്നാണ് സൂഫിയാജി എന്നോട് അതൊക്കെ പറഞ്ഞെന്നാ. സൂഫിയാജിന്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കഥ ഉണ്ടാക്കി? ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്ന് ഒരുപാടുണ്ട് സൂഫിയാജിന്റെ, അത് പറഞ്ഞാൽ തീരുമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സൂഫിയാജിനെ അവസാന നാളിൽ കാണാൻ ചെന്നപ്പോ സൂഫിയാജി നിങ്ങൾ എന്നോട് പണ്ടിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ വയ്യാതായിട്ടും അവിടുത്തെ കാസിമ് പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടപ്പോഴുള്ളൊരു ചിരി. സൂഫിയാജിക്ക് അത് കേൾക്കുമ്പോ നല്ലൊരു എന്നോട് പറഞ്ഞു ഇങ്ങ പോകുന്നതിനെല്ലാം പിന്നെ ഉപ്പ വേദനയാന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല, അത് ഓർത്തല്ലോ ഉപ്പ ചിരിക്കുന്നുണ്ട്. സൂഫിയാജി പറഞ്ഞ തമാശ തന്നെ ഞാൻ സൂഫിയാജിനോട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മൂപ്പർക്ക് നല്ലൊരു സന്തോഷമായിരുന്നു. അവിടുത്തെ കാസിമ് കുഞ്ഞാലിയൊക്കെ ഇത് കേൾക്കുന്നില്ലേ? ഞാൻ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ബ്രദേഴ്സിന്റെ വകയില് പായസ വിതരണം ചെയ്യുമ്പോൾ തമാശ ഓർക്കുന്നില്ലേ? ഏത് ബ്രദേഴ്സ് പായസ വിതരണം നടത്തിയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന്. അപ്പോ ഒരു ആവേശ കമ്മിറ്റിക്കാരൻ പെട്ടെന്ന് വന്ന് തന്നെ പായസം വേണ്ടിയവരൊക്കെ കൈവന്നിരിക്കുന്നു. സൂഫിയ ചോദിച്ചാ എന്താ തൊക്കിലാ വിളമ്പുന്നെന്ന് ചോദിച്ചിരിക്കുന്നു. ചോദിച്ചിട്ടുണ്ട് കൈ വന്നിച്ചിട്ട് പാത്രമല്ല ഇതിന് വേണ്ടത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിനെ കൈവന്നിരിക്കുന്നു. അതെ, നമ്മള് പ്രോഗ്രാമിലേക്ക് വരികയാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ 9:45 നമുക്ക് ലേറ്റ് ആയിപ്പോയി അല്ലേ വന്നത്? ലേറ്റ് ആയിപ്പോയി. നമ്മളൊരു 8:35 ആകുമ്പോ തുടങ്ങി. ഈ ഗ്രൂപ്പിൽ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഈ ബാണിയക്കാർ എന്ന ഗ്രൂപ്പിൽ ഒരുപാട് പുലികളൊക്കെ ഉള്ളതാണ്. ലോകത്ത് തന്നെ കേമന്മാരായ ഒരുപാട് രാജ്യങ്ങളിലെ പ്രഗത്ഭരായ ആൾക്കാർ, ഒരു പുലികൾ എന്ന് തന്നെ പറയും, പുലിക്കളിക്ക് പറ്റിയ ഒരുപാട് ആൾക്കാർ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതിന്റെ ഒക്കെ ഇടയിൽ എന്നെ പോലുള്ള ഒരു പാവത്തിനെ പിടിച്ചിരുത്തി ഇങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തന്നതിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ്. മൊയ്തുഖാനോട് എന്റെ ഒരു ചെറിയൊരു സജഷൻ ഉണ്ട്, ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ച. മൊയ്തുഖാന്റെ അഭിനയം വളരെ നല്ലതാണ്, നല്ല രസമാണ്. പക്ഷെ ഭാഷ ഉപയോഗിക്കുമോ കുറച്ച് അക്ഷരം കൂട്ടി പറഞ്ഞു അത് കട്ട് ചെയ്താല് കുറച്ചും കൂടി തന്മയത്വം ഉണ്ടാവും, കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി വരും. പല സമയത്തും ഈ അച്ചടി ഭാഷ എന്താന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ 10-20 കൊല്ലം ജീവിച്ചത് പുറംനാട്ടുകാർ കൂടിയായിരുന്നു. അപ്പൊ നമ്മളെ പാണിയിലുള്ള ശരിക്കുള്ള ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണത്. അതെന്തോ പോയി, അത് കിട്ടി. അത് ആ ഗൾഫിൽ കുറെ ജീവിച്ചോണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകും. അത് പക്ഷെ ക്യാമറ കാണുമ്പോ മാത്രമേ മൊയ്തുവിന് പ്രശ്നമുള്ളൂ. ഇവിടെ നമ്മളെ മുമ്പിൽ പറയുമ്പോ ഒന്നും പ്രശ്നമില്ല. മൊയ്തു മറ്റേ അഭിനയിക്കാന്ന് തോന്നുമ്പോ മൊയ്തു അറിയാണ്ട് അച്ചടി ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്തിനാ മൊയ്തു അങ്ങനെ സംസാരിക്കുന്നത്? ഇല്ല, അത് വന്നു പോകുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പരിപാടി സമയം ഒരുപാടായി, നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു മൊയ്തു, വിചാരിച്ചതിനേക്കാളും രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പൊ അടുത്ത ആഴ്ച നമ്മള് ഇതിന് ശേഷമുള്ള വേറൊരു പരിപാടി ഉണ്ടാവും. അപ്പൊ എല്ലാവരും അടുത്ത ബുധനാഴ്ച ഈ സമയത്ത് വരണം. അപ്പം നന്ദി പറയുന്നത് CK മൊയ്തു മാഷല്ലേ?
മൊയ്തു മാഷ് ഇപ്പം ലൈനിലില്ലാന്ന് തോന്നുന്നു. ഞാൻ തന്നെ പറയാം. അപ്പൊ ഷഫീന പറ. ഇതില് പ്രത്യേകിച്ച് ഒരു നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ EV മൊയ്തുക്കയ്ക്ക് ബാണിക്കർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരില് നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഈ പരിപാടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ KP റഷീദൊക്കെ, എത്ര തിരക്കുകൾക്ക് ഇടയിലാണെങ്കിൽ റഷീദൊക്കെ വന്ന് ഈ പരിപാടി വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു 400 ആൾക്കാരിലേക്കും ഇത് ഈ എപ്പിസോഡുകൾ കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദിയോടെ റഷീദക്ക, താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ പരിപാടിയിൽ തുടക്കം മുതലേ ഉള്ള മൊയ്തു അണിമേലുണ്ട്, പിന്നെ KK സുബേറുണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പൊ എല്ലാവരോടുമുള്ള ബാണിക്കാർ ഗ്രൂപ്പിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അപ്പൊ ശരി. ഓക്കെ